നമസ്കാരം. പകൽ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജനത്തെ ദുരിതത്തിലാക്കി തലസ്ഥാനത്തെ മഴ. സ്മാർട്ട് റോഡ് നിർമ്മാണ കുഴികളിൽ വെള്ളക്കെട്ട്. വീടുകളിൽ വെള്ളം കയറി. കലാഭവൻ തിയേറ്ററും വെള്ളത്തിൽ. ദുരിതത്തിൽ വലഞ്ഞ് ജനം. സംസ്ഥാനത്ത് ഇന്നും മഴ മുന്നറിയിപ്പ്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ കനക്കും. 3 ജില്ലകളിൽ റെഡ് അലർട്ട്. 4 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ്ടും ശസ്ത്രക്രിയ പിഴവ്. യുവാവിന്റെ കൈക്ക് ശസ്ത്രക്രിയ നടത്തിയിട്ട് സ്റ്റീൽ റോഡ് മാറി. അസ്വാഭാവികതയില്ലെന്ന് വിശദീകരണം. വീണ്ടും ശസ്ത്രക്രിയ നടത്താൻ നീക്കം. കുട്ടിയുടെ ശസ്ത്രക്രിയയിൽ ഡോക്ടറെ ചോദ്യം ചെയ്യാൻ പോലീസ്. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ നിർണായക തെളിവ്. രാഹുലിന്റെ കാറിൽ രക്തക്കറ കണ്ടെത്തി. വാഹനം കസ്റ്റഡിയിലെടുത്ത് പോലീസ്. പ്രതിയെ രാജ്യം വിടാൻ സഹായിച്ച പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. എൻ്റെ ഓഫീസ് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും ടേംസ് ഓഫ് റെഫറൻസിൻ്റെ ഭാഗമായിട്ട് അന്വേഷണം ജുഡീഷ്യലായിട്ട് തുല്യമായിട്ടാണ്. അതുകൊണ്ടാണ് നമ്മുടെ മുദ്രാവാക്യമല്ലേ. സോളാർ സമരം ഒത്തുതീർപ്പെന്ന ആരോപണത്തിൽ പ്രതികരിച്ച് CPM. വിവാദ മാധ്യമ സൃഷ്ടിയെന്ന് MV ഗോവിന്ദൻ. അതിന് പിന്നാലെ പോകാനില്ല. സമരം വിജയമായിരുന്നു. രക്തസാക്ഷി അവധി അവസാനിക്കാറാകുന്ന സാഹചര്യത്തിൽ കൂടുതൽ സഞ്ചാരികൾ ജില്ലയിലേക്ക് എത്തുമെന്നൊരു പ്രതീക്ഷ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ റിസോർട്ടുകളും ട്രക്കിംഗ് അതാണ് പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇടുക്കിയിൽ ഇപ്പോൾ മഴയ്ക്ക് ശമനമുണ്ട് എന്നാണ് പ്രിൻസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം വിനോദസഞ്ചാര മേഖലയിലടക്കം ഈ നിരോധനം വന്നത് വലിയ തിരിച്ചടിയാവുകയാണ് അതിനെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് എന്നും പ്രിൻസ് റിപ്പോർട്ട് ചെയ്യുന്നു. തിരുവനന്തപുരത്തെയാണ് കഴിഞ്ഞ ദിവസത്തെ മഴ ഏറ്റവും അധികം ബാധിച്ചതെന്ന് വേണം ഇപ്പോൾ പറയാൻ. പല ഇടങ്ങളും ഇപ്പോഴും വെള്ളക്കെട്ടിലാണ് എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് വലിയ ദുരിതം ഉണ്ടാക്കി ഈ മഴ. ഡാൻ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തിരുവനന്തപുരം നഗരത്തിൽ ഇന്നലെ വൈകുന്നേരം മുതൽ ആരംഭിച്ച് ഇന്ന് പുലർച്ചെ വരെ നീണ്ട മഴയിൽ തലസ്ഥാന നഗരത്തിന്റെ പല ഭാഗങ്ങളും ഈ സ്ഥിതിയിലാണ് ഉള്ളത്. റോഡുകളിൽ അപ്രതീക്ഷിതമായി, അതായത് ആളുകൾ എയർപോർട്ടിലേക്ക് പോകുന്ന മണക്കാട് മുക്കോലക്കൽ റോഡാണിത്. ഈ റോഡിലൂടെ വരുന്ന വാഹനങ്ങളുടെ ഈ ദൃശ്യങ്ങൾ അത് പറഞ്ഞ് അറിയിക്കാൻ കഴിയില്ല. കാരണം അത്രമാത്രം വെള്ളത്തിനകത്തുകൂടി ഈ വാഹനങ്ങൾ ഓടിച്ചുകൊണ്ട് അകത്തേക്ക് പോകേണ്ട സ്ഥിതിയിലാണ് വാഹന ഉടമകളുള്ളത്. ഈ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലുമൊക്കെ വെള്ളം കയറുന്ന തരത്തിൽ ഇപ്പോൾ ഈ റോഡിൽ ഇങ്ങനെ കുളമായി കിടക്കുന്ന സാഹചര്യം. അപ്പൊ കാലാകാലങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അതിനുപരി മണക്കാട് നിന്ന് വരുന്ന വെള്ളം ഇവിടെ വരുന്നു, ഇവിടെ കെട്ടിക്കിടക്കുന്നു. തിരുവനന്തപുരം സിറ്റിയിലുള്ള എല്ലാ വേസ്റ്റ് ചാക്കുകളും, ഹോട്ടൽ വേസ്റ്റുകൾ, കോഴി വേസ്റ്റുകൾ, ഇതെല്ലാം ഇവിടെ രാത്രി കാലങ്ങളിൽ വണ്ടിയിൽ കൊണ്ടുവന്ന് ഈ കനാലിലിടും. ഇതിനൊരു സംവിധാനം ചെയ്യണം. ഈ ചാക്ക് കെട്ടുകൾ വന്ന് നാഷണൽ ഹൈവേയിലുള്ള ആ ഓടയിൽ വന്ന് അടഞ്ഞ് വെള്ളം പോകാത്ത അവസ്ഥയാണ്. ഈ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്ന സാഹചര്യമുണ്ട്. അത് അവിടുന്ന് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഊർജിതമാക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പും അതോടൊപ്പം നഗരസഭയുമൊക്കെ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടെങ്കിലും കൃത്യമായ ഇടപെടലുകൾ നടക്കാതിരുന്നതാണ് ഇന്നലെ വളരെ അപ്രതീക്ഷിതമായി പെയ്ത മഴയിൽ ഇങ്ങനെയൊരു വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചത്. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് കാലവർഷം എത്താൻ ബാക്കി നിൽക്കുന്നത്. മെയ് 31 കേരള തീരത്തേക്ക് കാലവർഷം എത്തുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. സ്വാഭാവികമായി ഏതാണ്ട് 1.5 ആഴ്ച മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഈ ഒരു ദിവസം രാത്രി പെയ്ത മഴയിൽ നഗരത്തിന്റെ സ്ഥിതി, ഹൃദയഭാഗത്തിന്റെയൊക്കെ സ്ഥിതി ഇങ്ങനെയാണ് എങ്കിൽ തുടർച്ചയായി മഴ പെയ്യുന്ന ദിവസങ്ങളിൽ എന്താകും സ്ഥിതിയെന്ന് ആലോചിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. സ്വാഭാവികമായി സ്കൂളുകൾ കൂടി തുറക്കാൻ പോവുകയാണ്. ഈ മലിനജലമാണ് വീടുകളിലേക്ക് ഇങ്ങനെ ഒഴുകി കയറുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഈ പ്രദേശവാസികൾ വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധിയാണ് ഇവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. എന്താണ് ഇവിടെ എല്ലാ വർഷവും ചെറിയൊരു മഴ പെയ്താലും ഇവിടെ അത്രയും ഭാഗങ്ങളെല്ലാം വെള്ളക്കെട്ടാണ്. ഈ വെള്ളം അത്രയും ഈ വാടയിലാണ് പോകേണ്ടത്. ഇവിടുന്ന് പോയിട്ടാണ് മറ്റുള്ള അടുത്തങ്ങ് പോകേണ്ടത്. ഇതെല്ലാ വർഷവും ഇവിടെ ഈ വാടകൾ കോരി സൈഡിലിടും. ഈ മണ്ണ് ഇതിനെ തിരിച്ചതിലിരുന്ന് പോകും. ഇത് മഴ പെയ്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഇവിടെ വെള്ളം. ഇത് തന്നെയാണ് സ്ഥിതി. നല്ല കനത്ത വെറിയായിരുന്നു, നല്ല കനത്ത വേനലായിരുന്നു. എത്ര കോടി രൂപയാണ് സാങ്ഷനാക്കിയത്? എന്നിട്ട് പോലും മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ 1% നടന്നില്ല എന്നൊരു തെളിവാണ് ഈ കാണുന്ന എല്ലാ പ്രവർത്തനങ്ങളും.
ഈ തോട് വൃത്തിയാക്കിയാൽ ഇവിടെ നിന്ന് മാത്രമല്ല ഈ ഒരു 5 വാർഡില് ആ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാൻ പറ്റും. ഈ വേനൽ മഴ ചെറിയ മഴയേ ഉള്ളൂ. ഈ ചെറിയ മഴയിൽ തന്നെ അപ്പോൾ ഇന്നലെ രാത്രി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ആളുകൾ താമസിക്കാൻ ഇവിടെ അവിടെ കണ്ടാൽ ആ കടക്കാരെല്ലാം വീട്ടിലെല്ലാം വെള്ളം കയറി. തോടിന്റെ ആ പായലുകൾ മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വരുന്ന ഈ 5 വാർഡുകളുടെ ആ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ. അതുപോലെ തന്നെ വേസ്റ്റുകൾ എന്താണ് പോകുന്നതിന്റെ കാരണം എന്താണ്? വെള്ളം. നിങ്ങൾ എങ്ങോട്ടായിരുന്നു പോകേണ്ടത്? ഈസ്റ്റ് ഫോർട്ട്. ഇനി എങ്ങനെ പോകും? ഏതുവഴി പോകും? തമ്പാനൂർ വഴി അങ്ങോട്ട് അതുവഴി സ്ട്രെയിറ്റ് ആയിട്ട് പോകും. ശരി. അപ്പോൾ ഇതാണ് സ്ഥിതി. ഇവിടെ ഇങ്ങനെ വെള്ളക്കെട്ടുണ്ട് എന്ന് അറിയാതെ ഇവിടേക്ക് എത്തുന്ന ഇരുചക്ര വാഹനങ്ങളിലും മറ്റും എത്തുന്ന ആളുകളുണ്ട്. അവരൊക്കെ ഇവിടെ എത്തി ഈ വെള്ളക്കെട്ടിന് മുമ്പിൽ സ്തംഭിച്ച് നിന്ന് ഇവിടെ നിന്ന് മടങ്ങി മറ്റൊരു വഴിയായി കിഴക്കേക്കോട്ടയിലേക്ക് പോകേണ്ട സ്ഥിതിയാണ്, അല്ലെ മണക്കാട് ഭാഗത്തേക്ക് പോകേണ്ട സ്ഥിതിയാണുള്ളത്. വളരെ സാഹസികമായ ഒരു ദൌത്യമെന്ന് തന്നെ പറയേണ്ടി വരും. അത്തരമൊരു നീക്കമാണ്. ഈ വാഹനങ്ങളിൽ അവിടെ നിന്ന് എവിടെങ്കിലും വെച്ച് ആ വാഹനം ഒന്ന് സ്റ്റോപ്പായാൽ അതിന്റെ എഞ്ചിനുള്ളിൽ വെള്ളം കയറി അത് മുഴുവൻ നിന്നു പോകുന്ന സ്ഥിതി ഉണ്ടാകും. അതുകൊണ്ടാണ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വാഹനങ്ങൾ അതേ വേഗത്തിൽ ഇവിടേക്ക് ഓടിയെത്തി ഈ തിരമാലകൾ പോലെ വെള്ളം അടിച്ച കടകൾക്കുള്ളിലേക്ക് കയറുന്നത്. കാരണം എവിടെങ്കിലും നിർത്തിയാൽ ആ വാഹനങ്ങൾക്കുള്ളിൽ വെള്ളം കയറുന്ന സ്ഥിതി ഉണ്ടാകും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് അവരിങ്ങനെ വേഗത്തിൽ, പരമാവധി വേഗത്തിൽ ഈ വാഹനങ്ങൾ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് ഇവിടേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. സ്വാഭാവികമായി വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇന്നലെ ഇങ്ങനെയൊരു മഴ. ഇന്നലെ പകൽ വലിയ ചൂടുണ്ടായിരുന്നു. അത് ഇന്ന് പുലർച്ചെയാകുമ്പോഴേക്ക് ഇങ്ങനെയൊരു വെള്ളക്കെട്ടിന് വഴിമാറും, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കെടുതിയിലേക്ക് മാറുമെന്ന കാര്യം തലസ്ഥാനവാസികൾ ആരും കരുതിയിരുന്നില്ല. കാലവർഷം എത്തുന്നതിന് മുമ്പ് തന്നെ കാലവർഷത്തിന് സമാനമായ മഴവെള്ളക്കെടുതി അത് മുക്കോലയ്ക്കൽ അടക്കമുള്ള പ്രദേശങ്ങളിൽ രൂപപ്പെട്ടിരിക്കുന്നുവെന്ന് പറയുമ്പോൾ തീരദേശ മേഖലകളിൽ അടക്കം അതുണ്ടാക്കുന്ന ആശങ്ക ചെറുതല്ല. കാരണം വരുന്ന 3 ദിവസത്തേക്ക് തിരുവനന്തപുരം ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായി അതിതീവ്ര മഴയ്ക്ക് തന്നെയാണ് സാധ്യത. മലയോര മേഖലകളിലേക്ക് മറ്റുമുള്ള യാത്രകൾക്ക് കർശനമായ നിരോധനം ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. അത്തരത്തിലുള്ള മുന്നറിയിപ്പുകളൊക്കെ നിൽക്കുന്നതിന് ഇടയിലാണ് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തന്നെ മലിനജലം കെട്ടിക്കിടക്കുന്ന ഓടകൾ വൃത്തിയാക്കുന്നതിനുണ്ടായ കാലതാമസം മൂലം വലിയ തരത്തിലുള്ള വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ട വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വീടുകളിലേക്കും മലിനജലം ഇങ്ങനെ ഇരച്ചു കയറുന്ന ഒരു സ്ഥിതിയുണ്ടായത്. ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. പത്തനംതിട്ട പുറമറ്റത്ത് സെമിത്തേരിയുടെ ചുറ്റുമതിൽ ഇടിഞ്ഞ് മൃതദേഹം പെട്ടിയോടെ പുറത്തുവന്നു. പുറമറ്റം കവുങ്ങുംപ്രയാർ മർത്തോമ പള്ളി സെമിത്തേരിയുടെ മതിലാണ് തകർന്നത്. കല്ലറയ്ക്ക് കേടുപാട് പറ്റിയതായി സമ്മതിച്ച പള്ളി അധികൃതർ ശവപ്പെട്ടി പുറത്തുവന്ന കാര്യം നിഷേധിച്ചു. ശശിനാരായണൻ ചേരുന്നു വിവരങ്ങളുമായി. ശശി, ഇത് എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്? എന്താണ് പള്ളി അധികൃതർ പറയുന്നത്? ആക്ച്വലി വ്യാഴാഴ്ച ഉണ്ടായ ശക്തമായ മഴയിലാണ് ഇത്തരത്തിൽ പള്ളി സെമിത്തേരിയിലെ ഒരു ഭാഗം ഇടിഞ്ഞ് കല്ലറയ്ക്കൊപ്പം ശവപ്പെട്ടിയും പുറത്തു വന്നത്, മൃതദേഹം അടക്കം പുറത്തു വന്നത്. എന്തായാലും ഈ ശക്തമായ മഴയുടെ ഭാഗത്താണ് ഇത്തരത്തിൽ സംഭവം ഉണ്ടായത്. ഈ സെമിത്തേരിയുടെ മതിൽ ഭാഗം ഇടിഞ്ഞതിന്റെ ഭാഗത്താണ് ഈ കല്ലറയും ഒപ്പം ഈ ശവപ്പെട്ടി അടക്കം പുറത്തേക്ക് വന്നത്. സമീപത്തെ കല്ലം മേപ്പുറത്ത് കോളനി റോഡിലേക്കാണ് ഇത് വീണത്. അതേസമയം ഇത്തരമൊരു സംഭവം മതിലിടിഞ്ഞത് കാര്യം നടന്നിട്ടുണ്ട്. പക്ഷേ കല്ലറ പൊളിയുകയോ അല്ലെങ്കിൽ ശവം പുറത്തേക്ക് വരികയോ ചെയ്തിട്ടില്ലെന്നാണ് പള്ളി അധികൃതർ വ്യക്തമാക്കുന്നത്. എന്തായാലും കവുങ്ങുംപ്രയാർ, അതായത് പത്തനംതിട്ട പുറമറ്റം കവുങ്ങുംപ്രയാർ മർത്തോമ പള്ളി സെമിത്തേരിയിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. കനത്ത മഴയെ തുടർന്നാണ് ഇത്തരത്തിൽ സെമിത്തേരിയുടെ മതിൽ ഭാഗം ഇടിയാൻ കാരണമായത്. ശരി, ശശിനാരായണനാണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഉച്ചയ്ക്ക് ശേഷം തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ കനക്കുമെന്ന് മുന്നറിയിപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ടും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ്. ഡാൻ കുര്യൻ ചേരുന്നു വിവരങ്ങളുമായി. ഡാൻ, വലിയ മഴ ഈ കഴിഞ്ഞ 24 മണിക്കൂറിൽ തന്നെ പെയ്തിരുന്നു. ഇനിയും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വലിയ മഴ വരുമെന്നാണോ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്? ഏറ്റവും പുതിയ അറിയിപ്പ് എങ്ങനെയാണ്? സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം അതിതീവ്ര മഴ തന്നെ തുടരുമെന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ഉൾപ്പെടെയുള്ള ജില്ലകളിൽ 3 ദിവസം അടുത്ത ദിവസത്തേക്ക് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതോടൊപ്പമാണ് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും
മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത്. അതിതീവ്രമായ മഴയ്ക്ക് തന്നെയാണ് ഈ എല്ലാ ജില്ലകളിലും സാധ്യത എന്ന മുന്നറിയിപ്പ് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് മിന്നൽ പ്രളയത്തിലേക്ക് തന്നെ വഴിവെക്കാവുന്ന സാഹചര്യമുണ്ട്. സ്വാഭാവികമായി മലയോര മേഖലകളിലേക്കും കടലോര മേഖലകളിലേക്കുമുള്ള യാത്രകൾ കർശനമായി നിയന്ത്രിക്കണമെന്ന നിർദ്ദേശമുണ്ട്. അതോടൊപ്പമാണ് തിരുവനന്തപുരത്തിന്റെ വിനോദസഞ്ചാര മേഖലയായ പൊന്മുടി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് യാത്രക്കാർക്ക് കർശനമായ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. മലയോര മേഖലകളിലേക്ക് ഈ രാത്രിയിലുള്ള യാത്രകൾ കർശനമായി നിയന്ത്രിക്കണമെന്ന നിർദ്ദേശവും ജില്ലാ ഭരണകൂടങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായി വരുന്ന 5 ദിവസത്തേക്ക് സംസ്ഥാനത്തിന്റെ മിക്കവാറും എല്ലാ ജില്ലകളിലും അതിതീവ്ര മഴയ്ക്ക് തന്നെ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. 31-ാം തീയതിയോടെ കേരള തീരത്തേക്ക് കാലവർഷം എത്തുമെന്ന വിലയിരുത്തലാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിലുള്ളത്. അതിന് മുന്നോടിയായാണ് ഇത്തരത്തിൽ ഇപ്പോൾ അതിശക്തമായ മഴ വേനൽ മഴയുടെ രൂപത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വലിയ തരത്തിൽ മലവെള്ളപ്പാച്ചിൽ എത്താനുള്ള സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പും ദുരന്ത നിവാരണ സേനയുടെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഇതിനോടകം തന്നെ നൽകിയിട്ടുമുണ്ട്. ശരിടാ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ്ടും ശസ്ത്രക്രിയാ പിഴവ്. ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സ തേടിയ കോതിപ്പാലം സ്വദേശി അജിത്തിന് നടത്തിയ ശസ്ത്രക്രിയയിലാണ് പിഴവ് സംഭവിച്ചത്. അപകടത്തിൽ അജിത്തിന്റെ കൈക്ക് പൊട്ടലേറ്റിരുന്നു. എന്നാൽ ശസ്ത്രക്രിയ നടത്തിയപ്പോൾ ഇട്ട സ്റ്റീൽ റോഡ് മാറിപ്പോയി എന്നാണ് പരാതി. പിഴവ് മനസ്സിലായപ്പോൾ വീണ്ടും ശസ്ത്രക്രിയ നടത്താൻ ആശുപത്രി അധികൃതർ ആവശ്യപ്പെടുകയായിരുന്നുവെന്നും അജിത്ത് പറഞ്ഞു. എന്നാൽ പ്രോട്ടോകോൾ പ്രകാരമായിരുന്നു ശസ്ത്രക്രിയയെന്നും നീളക്കൂടുതലുള്ള കമ്പിയിട്ടതിൽ അസ്വാഭാവികതയില്ലെന്നുമാണ് മെഡിക്കൽ കോളേജിന്റെ വിശദീകരണം. അതിനിടെ 4 വയസ്സുകാരിക്ക് കൈവിരലിന് പകരം നാവിൽ ശസ്ത്രക്രിയ നടത്തിയ സംഭവത്തിൽ ഡോക്ടർ ബിജോൺ ജോൺസനെ ഉടൻ ചോദ്യം ചെയ്യും. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയ്ക്കെത്തിയ അജിത്ത് എന്ന യുവാവിനാണ് വീണ്ടും ഒരു ദുർഗതി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇയാളുടെ കയ്യിൽ ഇടുന്നതിനായി ശസ്ത്രക്രിയയ്ക്ക് ഇടുന്നതിനായി ഒരു റോഡ് കമ്പി വാങ്ങി നൽകേണ്ടിയിരുന്നു. വാങ്ങി നൽകിയ കമ്പിക്ക് പകരം മറ്റൊരു കമ്പിയാണ് തന്റെ കയ്യിൽ ഇട്ടതെന്നാണ് അജിത്ത് പറയുന്നത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം പുറത്തേക്ക് കമ്പി തള്ളി നിൽക്കുന്നതായി എക്സ്റേയിൽ തെളിഞ്ഞു. ഇതിനെ തുടർന്ന് ഡോക്ടർമാർ അടുത്തെത്തി മറ്റൊരു ശസ്ത്രക്രിയ നടത്തി കമ്പി പുറത്തേക്ക് എടുക്കണം എന്ന് പറഞ്ഞതായാണ് യുവാവ് വ്യക്തമാക്കുന്നത്. ഉള്ളിലുണ്ടാവും 30 വാർഡിൽ അഡ്മിറ്റ് ആയിക്കാണ് ഒരാഴ്ചയായി. ഇന്നലെ സർജറി കഴിഞ്ഞ 1 മണിക്ക് ഉച്ചക്ക് 1 മണിക്ക് സർജറി കഴിഞ്ഞിട്ട് എന്നിട്ട് ഒരു എക്സ്റേ എടുക്കാൻ വന്ന എക്സ്റേ എടുത്ത് എന്നിട്ട് ഒരു രാത്രി 10 മണിക്ക് പറയാണ് ഇത് കമ്പി പുറത്തേക്ക് ഉണ്ട്, ഒരു കമ്പി പുറത്തേക്ക് ഉണ്ട്, നിങ്ങൾ അർജന്റ് ആയിട്ട് 11 മണിക്ക് ചെയ്യാൻ പറഞ്ഞാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിവിടെ ആരുമില്ല, ആരെങ്കിലും കൂട്ടിട്ട് അല്ലെങ്കിൽ അറിയിച്ചിട്ട് ഞാൻ ചെയ്യുള്ളൂ പറഞ്ഞു. അങ്ങനെ ഡോക്ടർ ചൂടായി പോയതാ. വേദന 7 മണിക്ക് സഹിക്കുന്നുണ്ട് ഇന്നലെ രാത്രി. ഇതുവരെ വേദന മാറിയില്ല, അത് ചെയ്തിട്ടില്ല. കാട്ടുകാരോ ആക്സിഡന്റ് ആയതാ. യുവാവിന്റെയും കുടുംബത്തിന്റെയും പരാതിയുടെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് സംഭവവുമായി ബന്ധപ്പെട്ട് കേസെടുത്തു. മെഡിക്കൽ കോളേജ് ACPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ആശുപത്രിയിലെത്തി രോഗിയുടെ മൊഴി രേഖപ്പെടുത്തി വിശദമായ പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് നടത്തും. ഈ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടുണ്ടോ എന്ന പ്രാഥമിക വിവരം ലഭിച്ചതിന് ശേഷമാവും മെഡിക്കൽ ബോർഡ് രൂപീകരണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക എന്ന് അദ്ദേഹം പറഞ്ഞു. കയ്യിൽ ഓപ്പറേഷൻ ചെയ്തിരുന്നു. അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞു. അപ്പോൾ അതിനകത്ത് കമ്പിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കമ്പി മാറിപ്പോയി എന്നുള്ള ഒരു കൺസെപ്റ്റാണ് അവർ പറയുന്നത്. അപ്പോൾ അത് ബാക്കിയിലെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ മെഡിക്കൽ ആംഗിളിൽ പറയാൻ വേണ്ടി പറ്റില്ല. അതൊക്കെ നമുക്ക് എന്തായാലും പരാതി പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുന്നത് നമ്മൾ മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അത് അന്വേഷിച്ച് അത് നെഗ്ലിജൻസിന്റെ ആംഗിൾ ആണെങ്കിൽ നടപടി ഉണ്ടാവും. അല്ല അതിപ്പോൾ അവർ പറയുന്നത് ഡോക്ടർ അങ്ങനെ എന്തൊരു സംശയം പറഞ്ഞുകൊണ്ട് മാത്രമാണ് അവർ പറഞ്ഞത്. ഡോക്ടർ അങ്ങനെ സംശയം പറഞ്ഞതാണ് അവർ രോഗി പറയുന്നത്. അപ്പോൾ രണ്ടാമത് അവരെ മൊത്തം ഡോക്ടർമാരുടെ സംഘം ഹെഡിന്റെ അടിസ്ഥാനത്തിൽ പോയിട്ട് അവർ കുട്ടിയെ പരിശോധിച്ചു, രോഗിയെ പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് അങ്ങനെ ഒരു ചാൻസ് ഇല്ല എന്നാണ് അവരെ പ്രാഥമികമായിട്ട് പറയുന്നത്. എങ്കിലും നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമ്മൾ കേസ് എടുത്തിട്ട് എന്തായാലും അതിന്റെ പ്രോസസ്സ് അങ്ങനെയാണ്. മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുക, റിക്വസ്റ്റ് കൊടുക്കുക, DMO മെഡിക്കൽ ബോർഡ് രൂപീകരിക്കും. അത് അവരത് പരിശോധന നടത്തിയിട്ട് അതിന് നെഗ്ലിജൻസ് ഉണ്ടെങ്കിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യും. ഇതിനൊരു ഓൾറെഡി IPC വകുപ്പ് പ്രകാരം നമ്മൾ FIR ഇടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിനുശേഷം അത് നിൽക്കുമോ, അത് നെഗ്ലിജൻസ് പ്രകാരമുള്ള ഒഫൻസ് ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ഈ മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടണം, അല്ലെങ്കിൽ റിപ്പോർട്ട് കിട്ടണം. അതിനുശേഷം നമ്മൾ തുടർന്ന് നടപടി സ്വീകരിക്കും. നേരത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 4 വയസ്സുകാരിക്ക് അവയവം മാറി ശസ്ത്രക്രിയ നടത്തിയതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്നതായും മെഡിക്കൽ കോളേജ് ACP അറിയിച്ചു. മെഡിക്കൽ രേഖകൾ ഇതിനകം വാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അവ വിശദമായി പരിശോധനയ്ക്ക് വിധേയമാവും. ഒപ്പം മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് ലഭിച്ച ശേഷം ഈ ചികിത്സാ പിഴവടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായോ എന്ന് പരിശോധിക്കും. ഡോക്ടർമാരുടെയും മറ്റ് ജീവനക്കാരുടെയും മൊഴികൾ ഇതിനകം രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ആരോപണ വിധേയനായ ഡോക്ടറുടെ
മൊഴി അല്ലെങ്കിൽ അദ്ദേഹത്തെ അധികം വൈകാതെ ചോദ്യം ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഡോക്ടേഴ്സിനൊക്കെ ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. അതും ഇതേപോലെ തന്നെ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് മെഡിക്കൽ ബോർഡിന് കൊടുത്ത മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് കിട്ടിയ സ്ഥാനത്തിൽ അതിനകത്ത് നെഗ്ലിജൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യും. സംഭവവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ചിരിക്കുന്ന മെഡിക്കൽ ബോർഡ് ഡോക്ടർ അഷ്റഫ് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിലാണ് മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചിരിക്കുന്നത്. 3 അംഗ മെഡിക്കൽ ബോർഡ് നാളെ യോഗം ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിനുശേഷം പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട ചികിത്സാ പിഴവുണ്ടായിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് നൽകും. നേരത്തെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ഗുരുതരമായ പിഴവ് ഡോക്ടറുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ലെന്ന കണ്ടെത്തലാണ് നടത്തിയിരുന്നത്. നാവിനടിയിൽ കുട്ടിക്ക് ഭാവിയിൽ സംസാര വൈകല്യത്തിൽ നയിക്കാൻ സാധ്യതയുള്ള ഒരു കെട്ടുണ്ടായിരുന്നു. ആ കെട്ട് നീക്കം ചെയ്തത് ഇതിൽ പിഴവില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ നടപടികൾ ഡോക്ടർക്കെതിരെ വേണ്ട എന്ന നിർദ്ദേശവുമാണ് നൽകിയത്. ഇതിനെതിരെ കുടുംബം രംഗത്ത് വരികയും ചെയ്തിരുന്നു. തങ്ങളുടെ കുട്ടിക്ക് യാതൊരു വിധത്തിലുമുള്ള സംസാര വൈകല്യങ്ങളില്ല, നിലവിലുള്ള പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടുന്നതിനാണ് ഇത്തരമൊരു വാദമുഖം മുന്നോട്ട് വയ്ക്കുന്നതും എന്നാണ് കുടുംബം പറയുന്നത്. എന്തായാലും ഈ കേസിൽ ഏറ്റവും നിർണായകമായി മാറുന്നത് ഈ മെഡിക്കൽ ബോർഡിന്റെ യോഗവും ആ യോഗത്തിൽ ആ മെഡിക്കൽ ബോർഡ് ചേരുമ്പോൾ നടത്തുന്ന കണ്ടെത്തലുകളുമാകും. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ നിർണായക തെളിവ് കണ്ടെത്തി പോലീസ്. പ്രതി രാഹുലിന്റെ കാറിൽ നിന്ന് രക്തക്കറ കണ്ടെത്തി കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതിനിടെ പ്രതിയെ രാജ്യം വിടാൻ സഹായിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. സിവിൽ പോലീസ് ഓഫീസർ ശരത് ലാലിന് എതിരെയാണ് നടപടി. രാഹുലിന്റെ വീട്ടിൽ നിന്നാണ് ഈ കാർ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. നേരത്തെ പോലീസ് രാഹുലിന്റെ സുഹൃത്തായ രാജേഷിനെ ചോദ്യം ചെയ്തപ്പോൾ ഈ കാറിലാണ് പ്രതി യുവതിയുമായി ആശുപത്രിയിൽ എത്തിയതെന്ന് മനസ്സിലാക്കിയിരുന്നു. പുലർച്ചെ ഇരുവരും തമ്മിൽ വഴക്കുണ്ടാക്കിയ ശേഷം അല്ലെങ്കിൽ ക്രൂരമായ യുവതിയെ മർദ്ദിച്ച ശേഷം ഈ കാറിൽ ആശുപത്രിയിൽ എത്തിച്ചു. അത് ബാത്റൂമിൽ വീണ് പരിക്കേറ്റു എന്നാണ് അറിയിക്കുകയും ചെയ്തത്. എന്തായാലും ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കാറിൽ വിശദമായ പരിശോധന പോലീസ് നടത്തിയത്. കാറിൽ നിന്നും യുവതിയുടെ രക്തക്കറ അടക്കം കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ഈ കാർ പോലീസ് കസ്റ്റഡിയിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുന്നു. ഒപ്പം തന്നെ ഈ പ്രതി രാജ്യം വിട്ടു എന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ഒപ്പം ജർമ്മനിയിൽ ഈ പ്രതി ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ രക്ഷപ്പെടുന്നതിന് മുമ്പ് കൃത്യമായ വിവരം പോലീസിൽ നിന്നും ചോർത്തിക്കൊടുത്ത കുറ്റത്തിനാണ് CPO സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ ശരത് ലാലിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം ദുർബലമായ വകുപ്പുകളാണ് പന്തീരങ്കാവ് പോലീസ് രേഖപ്പെടുത്തിയത്. അതിനുശേഷം വിവാദങ്ങൾ ശക്തമായതോടെ വധശ്രമ കുറ്റവും ഒപ്പം സ്ത്രീധന നിരോധന കുറ്റവും ഈ പ്രതിക്കെതിരെ ചുമത്തുന്ന വിവരങ്ങൾ ലഭിച്ചിരുന്നു. ഇതേ തുടർന്നാണ് കൃത്യമായി ശരത് ലാൽ തന്റെ സുഹൃത്ത് രാജേഷ് വഴി രാജേഷ് രാഹുലിന്റെ സുഹൃത്തും കൂടിയാണ്. ഇയാൾ വഴി രാഹുലിന് വിവരങ്ങൾ കൈമാറുകയും വളരെ പെട്ടെന്ന് പോലീസ് FIR പുതുക്കുന്നതിന് മുമ്പ് തന്നെ ബംഗളൂരുവിലേക്ക് പോവുകയും അവിടെ നിന്ന് സിംഗപ്പൂരിലേക്കും പിന്നീട് ജർമ്മനിയിലേക്കും പോവുകയും ചെയ്തു. എന്തായാലും ഈ പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ചതിന്റെ പേരിൽ സുഹൃത്തായ രാജേഷിനെതിരെ പോലീസ് കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. പിന്നീട് കോടതിയിൽ നിന്നും ഇയാൾക്ക് ജാമ്യം ലഭിച്ചു. ഒപ്പം ഈ രാഹുലിന്റെ അമ്മ, സഹോദരി എന്നിവരെയും പോലീസ് ചോദ്യം ചെയ്യാനൊരുങ്ങുന്നുണ്ട്. ഇവരെയും ഈ ഒളിവിൽ പോകാൻ സഹായിച്ചതിന് പ്രതി ചേർക്കും. നേരത്തെ ഈ യുവാവ് അല്ലെങ്കിൽ രാഹുൽ നാട്ടിൽ തന്നെ ഉണ്ട് എന്നാണ് അമ്മ പറഞ്ഞത്. ജർമ്മൻ പൗരത്വമുണ്ട് എന്നടക്കമുള്ള പല കാര്യങ്ങളും പറഞ്ഞിരുന്നു. അതുകൊണ്ട് മനഃപൂർവ്വം രാഹുലിനെ രക്ഷപ്പെടാൻ ഇവർ സഹായിച്ചതാണ് എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. നേരത്തെ ഇവർക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ നോട്ടീസ് നൽകിയെങ്കിലും ദേഹാസ്വസ്ഥത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം മുൻകൂർ ജാമ്യ ഹർജി ഇവർ ഫയൽ ചെയ്യുകയും ചെയ്തിരുന്നു. എന്തായാലും അസുഖം ഭേദമാവുന്ന മുറയ്ക്ക് ഇവരെ ചോദ്യം ചെയ്യാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് പോലീസ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മറുവശത്ത് രാഹുലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പോലീസ് ഊർജിതമായി തുടരുന്നു. ബ്ലൂ കോർണർ നോട്ടീസിനൊപ്പം ഇന്റർപോളിനോട് നിർദ്ദേശം നൽകി റെഡ് കോർണർ നോട്ടീസ് പുറത്തിറക്കാനുള്ള ഒരുക്കങ്ങളാണ് നടത്തുന്നത്. പക്ഷേ ജർമ്മനിയിൽ നിന്നും ഒരു പ്രതിയെ നാട്ടിലെത്തിക്കുന്നത് അങ്ങേയറ്റം സങ്കീർണമായ നിയമ നടപടിക്രമങ്ങൾ ആണ് എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഈ എംബസി തലത്തിലും ഒപ്പം നയതന്ത്ര തലത്തിലും ആഭ്യന്തര മന്ത്രാലയവും വിദേശകാര്യ മന്ത്രാലയവും ഒക്കെ ഇടപെട്ടാൽ മാത്രമാണ് ഇക്കാര്യം സാധ്യമായെടുക്കുക. അതും കുറ്റപത്രമടക്കം സമർപ്പിച്ച ശേഷമൊക്കെയുള്ള നടപടിക്രമങ്ങളാണ് ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെ പ്രതിയെ ഉടൻ നാട്ടിലെത്തിക്കുക എന്നത് അങ്ങേയറ്റം ദുഷ്കരമായ പ്രവൃത്തിയായി തുടരുന്നു. മറുവശത്ത് ഈ സ്ത്രീധന നിരോധന നിയമപ്രകാരമുള്ള കേസിൽ അമ്മ, സഹോദരി എന്നിവരെ പ്രതി ചേർക്കുന്നതിനുള്ള ഒരു നീക്കങ്ങളും പോലീസ് നടക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത്തരത്തിൽ സമ്മർദ്ദം ചെലുത്തി പ്രതിയെ നാട്ടിലെത്തിക്കാൻ കഴിയുമോ എന്ന രീതിയിലുള്ള പരിശോധനകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോളാർ കേസ് ഒത്തുതീർപ്പ് വാദം നിഷേധിച്ച CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വിവാദത്തിന് അടിസ്ഥാനമില്ല. സോളാർ കേസിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന ഇടതുമുന്നണിയുടെ ആവശ്യം അന്നത്തെ UDF സർക്കാർ അംഗീകരിച്ചതുകൊണ്ടാണ് സമരം പിൻവലിച്ചതെന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. മുഖ്യമന്ത്രിയാണ് കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് പറഞ്ഞത്. എൻ്റെ ഓഫീസ് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും
ടേംസ് ഓഫ് റെഫറൻസിൻ്റെ ഭാഗമായിട്ട് അന്വേഷണം ജുഡീഷ്യലായിട്ട് തീരുമാനിക്കാം. അത് ഒന്നാമത്തെ നമ്മുടെ മുദ്രാവാക്യമല്ലേ അംഗീകരിച്ചു. ആ സമരത്തിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടി അത് അന്വേഷണത്തിന്റെ ഭാഗമാണ്. അതല്ലേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ടല്ല അതിന് ശേഷം വന്ന മുഴുവൻ പ്രശ്നം കൃത്യമായി സങ്കീർണമായത്. ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്ക് സ്മാരകം നിർമ്മിച്ചതിൽ വിവാദത്തിന്റെ കാര്യമില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. എല്ലാം ജില്ലാ കമ്മിറ്റിയോട് ചോദിക്കണമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അതല്ല പാർട്ടി DC-യോട് ചോദിച്ചാൽ മതി. ഇവിടെയുള്ള പ്രാദേശിക തലത്തിലുള്ള പ്രശ്നമാണ്. അതിനെ പർവ്വതീകരിച്ച് വാർത്തയാക്കി നിങ്ങൾ ചർച്ച ചെയ്ത് കാര്യങ്ങൾ സംബന്ധിച്ച് മറുപടി പറയേണ്ടത് അവരോട് ചോദിച്ചാൽ മതി. ഞാൻ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് പാർട്ടിയല്ലേ, പാർട്ടി തീരുമാനിക്കും. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് മെത്രാപ്പൊലീത്ത KP യോഹന്നാന്റെ ഭൗതിക ശരീരവും വഹിച്ചുള്ള വിലാപയാത്ര ആരംഭിച്ചു. നെടുമ്പാശ്ശേരിയിൽ നിന്ന് ആരംഭിച്ച യാത്ര വൈകിട്ട് തിരുവല്ലയിലെത്തും. ആലപ്പുഴ വഴിയാണ് വിലാപയാത്ര കടന്നുപോകുന്നത്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഭൗതിക ശരീരം ഇവിടേക്ക് നെടുമ്പാശ്ശേരിയിലേക്ക് എത്തിച്ചത്. അതിനുശേഷം ഇവിടെ നെടുമ്പാശ്ശേരിക്ക് സമീപം പ്രത്യേകം സജ്ജീകരിച്ച് ഇടത്ത് അന്തിമോപചാരം അർപ്പിക്കാൻ പരിമിതമായ രീതിയിലുള്ള സൗകര്യങ്ങളടക്കം ഏർപ്പെടുത്തിയിരുന്നു. ഇവിടെ അന്തിമോപചാര ചടങ്ങുകളുടെ ഒരു ഘട്ടവും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് തിരുവല്ലയിലേക്ക് വിലാപയാത്ര പുറപ്പെടുകയും ചെയ്യുന്നത്. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് മെത്രാപ്പൊലീത്ത അത്തനേഷ്യസ് യോഹന്റെ ഖബറടക്ക ശുശ്രൂഷകൾ നടക്കുന്നത് 21-നാണ് അദ്ദേഹത്തിന്റെ ഖബറടക്ക ശുശ്രൂഷകൾ അടക്കമുള്ള കാര്യങ്ങൾ നടക്കുക. നാളെയാണ് ഇവിടെ തിരുവല്ലയിൽ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുവാനുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. നാളെ മുഴുവനായി ഒരു പകൽ അന്തിമോപചാര ചടങ്ങുകൾ അർപ്പിക്കുവാനുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുകയാണ്. ആലപ്പുഴ വഴിയാണ് വിലാപയാത്ര കടന്നു പോവുകയും ചെയ്യുന്നത്. ഇന്ന് രാത്രിയോടുകൂടി തിരുവല്ലയിൽ എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ അതിനുശേഷം അന്ത്യശുശ്രൂഷ ചടങ്ങുകളുടെ 8 ഘട്ടങ്ങൾ ഉണ്ടാകും. ഇതിനുശേഷമാണ് ഖബറടക്ക ശുശ്രൂഷകളിലേക്ക് അടക്കം കടക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഇദ്ദേഹത്തെ യാത്രയയപ്പ് നൽകുന്നതിന് വലിയ രീതിയിലൊരു ജനാവലി തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരു സുവിശേഷ പ്രാസംഗികൻ എന്നതിന് അപ്പുറം അദ്ദേഹം സഭയുടെ തലങ്ങളിലൂടെ നിരവധി പേർക്ക് ആശ്വാസം പകരുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ മാറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെയും അദ്ദേഹത്തോട് സഭാ അധ്യക്ഷൻ എന്ന രീതിയിനേക്കാളും അടുപ്പം വികാര വായ്പുമെല്ലാം തന്നെ സാധാരണക്കാർ വെച്ച് പുലർത്തിയിരുന്നു. ഇനി അന്ത്യയാത്ര പറയുന്നതിന് അവർക്കിടയിലേക്ക് തിരുവല്ലയിലേക്ക് അദ്ദേഹം മടങ്ങുകയാണ്. ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ടം നാളെ 6 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 49 മണ്ഡലങ്ങളിലാണ് നാളെ വോട്ടെടുപ്പ് നടക്കുക. UPയിലാണ് 5ാം ഘട്ടത്തിൽ കൂടുതൽ സീറ്റുകളിൽ പോളിംഗ് നടക്കുക. 695 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. ഉത്തർപ്രദേശിലെ അമേഠിയും റായ്ബറേലിയുമാണ് 5ാം ഘട്ട വോട്ടെടുപ്പിലെ ശ്രദ്ധേയ മണ്ഡലങ്ങൾ. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിയും ദിനേശ് പ്രതാപ് സിംഗും തമ്മിലാണ് പ്രധാന മത്സരം. അമേഠിയിൽ സ്മൃതി ഇറാനിയും കിഷോരി ലാൽ ശർമ്മയും തമ്മിലും പോരാട്ടം നടക്കും. രാജ്നാഥ് സിംഗ് മത്സരിക്കുന്ന ലക്നൌവും പീയൂഷ് ഗോയൽ മത്സരിക്കുന്ന മുംബൈ നോർത്തും ചിരാഗ് പസ്വാന്റെ ഹജിപൂരും ഒമർ അബ്ദുള്ളയുടെ ബരാമുള്ളയും 5ാം ഘട്ടത്തിൽ ശ്രദ്ധേയ മത്സരങ്ങൾ നടക്കുന്ന ഇടങ്ങളാണ്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ PA വിഭവ് കുമാറിനെ അറസ്റ്റ് ചെയ്തതിനെതിരെ രാജ്യതലസ്ഥാനത്ത് ആം ആദ്മി പാർട്ടിയുടെ വൻ പ്രതിഷേധം. BJP ഓഫീസിലേക്കുള്ള മാർച്ച് പോലീസ് തടഞ്ഞു. ആം ആദ്മി പാർട്ടിയെ ഇല്ലാതാക്കാൻ BJP ഓപ്പറേഷൻ ചൂൾ നടപ്പാക്കുകയാണെന്ന് കെജ്രിവാൾ ആരോപിച്ചു. രാകേഷ് ചേരുന്നു നാഷണൽ ഡെസ്കിൽ നിന്നും. രാകേഷ്, വലിയ പ്രതിഷേധമാണ് AAP ഉയർത്തുന്നത്. ഏത് രീതിയിലാണ്, എന്തൊക്കെ ആരോപണങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്? അശ്വതി, ഡൽഹിയിൽ വോട്ടെടുപ്പ് നടക്കുന്നത് 25-ാം തീയതിയാണ്. അതായത് 6 ദിവസം മാത്രം ബാക്കി നിൽക്കെ BJPയും ആം ആദ്മി പാർട്ടിയും തമ്മിൽ വീണ്ടും പോർമുഖം തുറക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കെജ്രിവാളിന്റെ മോചനത്തിന് ശേഷം ഉണ്ടായതാണ് വിഭവ് കുമാറിന്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ. ഇന്നലെയാണ് വിഭവ് കുമാറിനെ അറസ്റ്റ് ചെയ്തത്. പക്ഷേ ഏതായാലും ഈ വിഷയത്തിൽ BJPയുടെ ഒത്തുകളി, സ്വാതി മാലിവാൾ BJPയുമായി ഒത്തുകളിക്കുന്നു എന്ന ആരോപണം ആണ്
ആം ആദ്മി പാർട്ടി ഉന്നയിക്കുന്നത്. ഏതായാലും വലിയ പ്രതിഷേധത്തിനാണ് ഇപ്പോൾ ഡൽഹി സാക്ഷ്യം വഹിച്ചത്. ആം ആദ്മി പാർട്ടി ഓഫീസിൽ നിന്നാണ് BJP ഓഫീസിലേക്ക് നേതാക്കൾ കേജ്രിവാളിന്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത്. ഈ മാർച്ചാണ് ഇപ്പോൾ പോലീസ് തടഞ്ഞിരിക്കുന്നത്. തുടർന്ന് കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു നേതാക്കൾ. തങ്ങളെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യണമെന്നായിരുന്നു നേതാക്കളുടെ ആവശ്യം. ഏതായാലും മാർച്ച് തുടങ്ങുന്നതിന് മുമ്പ് അരവിന്ദ് കെജ്രിവാൾ ചില ആരോപണങ്ങൾ കൂടി ഉന്നയിച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആം ആദ്മി പാർട്ടിയെ ഇല്ലാതാക്കാൻ BJP ശ്രമിക്കുന്നു, ഓപ്പറേഷൻ ചൂൽ നടപ്പാക്കുന്നു എന്ന ആരോപണമാണ് കെജ്രിവാൾ ഉന്നയിച്ചത്. ഇത്തരത്തിൽ ആം ആദ്മി പാർട്ടിയെ ഇല്ലാതാക്കാനായി കാലങ്ങളായുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട്. പ്രത്യേകിച്ച് താൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ നേരത്തെ അറസ്റ്റ് ചെയ്തു. ഇനി കൂടുതൽ നേതാക്കളുടെ അറസ്റ്റ് ഉണ്ടാകാം എന്നാണ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത്. മാത്രവുമല്ല, EDയുടെ അഭിഭാഷകൻ തന്നെ വ്യക്തമാക്കിയത് ആം ആദ്മി പാർട്ടിയുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുമെന്നാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം അത്തരം നീക്കത്തിലേക്ക് ED കടന്നേക്കാം, കേന്ദ്ര സർക്കാർ കടന്നേക്കാം എന്നാണ് അരവിന്ദ് കെജ്രിവാൾ ആരോപിക്കുകയും ചെയ്തിരിക്കുന്നത്. മാത്രവുമല്ല, മദ്യനയ കേസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി അരവിന്ദ് കെജ്രിവാൾ സൂചിപ്പിക്കുകയും ചെയ്തു. അതായത് സാധാരണഗതിയിൽ ഇത്തരത്തിൽ റെയ്ഡുകൾ നടക്കുമ്പോൾ പണവും മറ്റും പിടിച്ചെടുക്കാറുണ്ട്. എന്നാൽ മദ്യനയ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലയിടത്തും റെയ്ഡ് നടത്തി, എന്നാൽ ₹1 പോലും പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല എന്ന കാര്യം കൂടി അരവിന്ദ് കെജ്രിവാൾ ചൂണ്ടിക്കാണിച്ചു. ഏതായാലും ഈ ബിബവ് കുമാറിന്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഏതായാലും ചൂണ്ടിക്കാണിച്ച് BJP ഇത്തരത്തിൽ ആം ആദ്മി പാർട്ടിയെ വേട്ടയാടുന്നു എന്ന പ്രചാരണം ശക്തമാക്കുകയാണ് ആം ആദ്മി പാർട്ടി. ഇപ്പോൾ ഏതായാലും പ്രതിഷേധം അവസാനിപ്പിച്ച നേതാക്കളെല്ലാം തന്നെ പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടെ സ്വാതി മാലിവാൾ ഈ മാർച്ചിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം 2012 നിർഭയ കേസിൽ ആണ് ആം ആദ്മി പാർട്ടി തെരുവിലിറങ്ങിയതെങ്കിൽ ഇപ്പോൾ തന്നെ ആക്രമിച്ച കേസിൽ ഒരു പ്രതിക്ക് വേണ്ടി നേതാക്കൾ തെരുവിലിറങ്ങുന്നു എന്ന വിമർശനമാണ് സ്വാതി മാലിവാളിന്റെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അശ്വതി. ശരി, രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. गिरफ्तार कर लिया। अब राघव चड्ढा बाहर से आए हैं, परसों कह रहे हैं उसको भी गिरफ्तार करेंगे, कह रहे हैं आतिशी जी को गिरफ्तार करेंगे, सौरभ जी को गिरफ्तार करेंगे, कह रहे हैं कैलाश गहलोत को गिरफ्तार करेंगे। तो मैं आज हम सब लोग इकट्ठे हुए हैं, प्रधानमंत्री जी को कहना चाहता हूं, आप एक एक करके दुखी हो रहे हो, हम सारे ही आ जाते हैं। आज आप हम सबको गिरफ्तार करके देख लो, आज आप हम सबको गिरफ्तार कर लो, हम कोई डरने वाले नहीं हैं। मैं जेल में था 50 दिन, उस समय का मैंने पूरा सदुपयोग किया, 2 बार गीता पढ़ी, पूरी गीता। ഇനി അന്താരാഷ്ട്ര വാർത്തകളുമായി കൃഷ്ണേന്ദു നായർ ചേരും. നമസ്കാരം, ലോക വാർത്തകളിലേക്ക് സ്വാഗതം. സിംഗപ്പൂരിൽ പുതിയ കോവിഡ് തരംഗം രൂക്ഷം. മാസ്ക് ധരിക്കാൻ നിർദ്ദേശം നൽകി ആരോഗ്യ മന്ത്രാലയം. സിംഗപ്പൂരിൽ വീണ്ടും കോവിഡ് വ്യാപിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ മാത്രം 26,000 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തൊട്ടുമുമ്പത്തെ ആഴ്ച 13,700 കേസുകളാണ് ഉണ്ടായിരുന്നത്. ദിവസേനയുള്ള ശരാശരി COVID-19 ഹോസ്പിറ്റലൈസേഷൻ 181 നിന്ന് 250 ഉയർന്നിട്ടുണ്ട്. ആരോഗ്യമന്ത്രി ഓങ് യെ കുൻ പൊതുജനങ്ങളോട് മാസ്ക് ധരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ഓരോ ദിവസവും കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണിപ്പോൾ. ജൂണിൽ കേസുകൾ ഗണ്യമായി വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തൽ. ആശുപത്രിയിൽ പ്രവേശിക്കുന്നവരുടെയും ഗുരുതരാവസ്ഥയിലുള്ളവരുടെയും എണ്ണത്തിലും ഗണ്യമായ വർധനയുണ്ട്. അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകൾ മാറ്റിവെക്കാനും ഗുരുതരാവസ്ഥയിലല്ലാത്തവരെ വീടുകളിലേക്ക് തിരിച്ചയക്കാനും ആശുപത്രികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലോക്ക്ഡൌൺ പോലെയുള്ള നിയന്ത്രണങ്ങൾക്ക് തൽക്കാലം പദ്ധതിയില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. അഫ്ഗാനിസ്ഥാനിൽ കനത്ത മഴയും വെള്ളപ്പൊക്കവും തുടരുകയാണ്. മരണം 300 കടന്നു. അഫ്ഗാനിസ്ഥാനിൽ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും ഖോർ പ്രവേശയിൽ മാത്രം 50-ലധികം പേർ മരിക്കുകയും വൻ നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും പരിക്കേറ്റവരുടെ എണ്ണത്തെക്കുറിച്ച് വിവരമൊന്നുമില്ലെന്ന് മധ്യ ഖോർ പ്രവേശയിലെ ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റ് തലവൻ മൗലവി അബ്ദുൾ ഹൈസെയിം പറഞ്ഞു. നിരവധി പേരെ കാണാതായിട്ടുമുണ്ട്. ആയിരക്കണക്കിന് വീടുകൾ നശിച്ചു. രാജ്യത്ത് കഴിഞ്ഞ ആഴ്ച ഉണ്ടായ മിന്നൽ പ്രളയത്തിൽ 300-ലധികം പേരാണ് മരിച്ചത്. ആയിരക്കണക്കിന് കന്നുകാലികളും 2000-ഓളം വീടുകളും മിന്നൽ പ്രളയത്തിൽ നശിച്ചതായാണ് അന്തർദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരാഴ്ചക്കിടെയുണ്ടായ മിന്നൽ പ്രളയങ്ങൾ അഫ്ഗാനിസ്ഥാനിലെ മധ്യ വടക്കൻ മേഖലകളിലാണ് കടുത്ത വെള്ളപ്പൊക്ക ഭീഷണി ഉയർത്തിയിട്ടുള്ളത്. ഫിറോസ്കോ മേഖലയിലെ 2000-ലേറെ കടകൾ മുങ്ങിപ്പോയ നിലയിലാണ്. പ്രധാന പാതകൾ വരെ മുങ്ങിപ്പോയ നിലയിലാണുള്ളത്. ദുരന്തബാധിത പ്രദേശങ്ങളിലേക്ക് അടിയന്തര സേന വിന്യസിച്ചിട്ടുണ്ട്. പരിക്കേറ്റവരെയും ഒറ്റപ്പെട്ടവരെയും രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഗസ മുനമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ആക്രമണത്തിൽ പലസ്തീൻകാരുടെ മരണസംഖ്യ 35,386 ഉയർന്നതായി
പ്രാദേശിക ആരോഗ്യ അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ ആക്രമണത്തിൽ 83 പലസ്തീനികൾ കൊല്ലപ്പെടുകയും 105 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. 2023 ഒക്ടോബർ 7-ന് പലസ്തീൻ ഇസ്രായേൽ സംഘർഷം ആരംഭിച്ച ശേഷം മൊത്തം മരണസംഖ്യ 35,386, പരിക്കേറ്റവരുടെ എണ്ണം 79,366. കൂടാതെ ഗസയിലെ പലസ്തീൻ അഭ്യർത്ഥികൾക്കായുള്ള ജബാലിയ ക്യാമ്പിന് നേരെ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ മിസൈലുകൾ തൊടുത്തുവിട്ടതായി പാലസ്തീൻ സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചു. ഇസ്രായേൽ തുടർച്ചയായി 7 ദിവസം ക്യാമ്പിൽ വ്യോമാക്രമണവും പീരങ്കി ബോംബാക്രമണവും നടത്തിയിട്ടുണ്ട്. തെക്കൻ ഗസ മുനമ്പിലെ കിഴക്കൻ റഫയെ ലക്ഷ്യമിട്ട ഓപ്പറേഷനുകളിൽ IDF 130-ലധികം തീവ്രവാദികളെ വധിച്ചതായി ശനിയാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. അതേസമയം 401-ാമത്തെ കവചിത ബ്രിഗേഡ് ഹമാസിന്റെ അടിസ്ഥാന സൗകര്യങ്ങളിലും കെട്ടിടങ്ങളിലും നടത്തിയ റെയ്ഡുകളിൽ 50ഓളം തീവ്രവാദികളെ വധിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ സമൂഹത്തിൽ സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനം ആരംഭിക്കുന്നതിനായി ഇലോൺ മസ്ക് ഞായറാഴ്ച ഇന്തോനേഷ്യയിലെ ബാലിയിൽ എത്തി. ടെസ്ലയുടെയും സ്പേസ് എക്സിന്റെയും ശതകോടീശ്വരനും സോഷ്യൽ പ്ലാറ്റ്ഫോമായ എക്സിന്റെ ഉടമയുമായ ഇലോൺ മസ്ക് ഉഷ്ണമേഖലാ ബീച്ചുകൾ, ടെറസ്റ്റ് നെൽപ്പാടങ്ങൾ, നിഗൂഢ ക്ഷേത്രങ്ങൾ, വർണ്ണാഭമായ ആത്മീയ വഴിപാടുകൾ എന്നിവയ്ക്ക് പേരുകേട്ട ദൈവങ്ങളുടെ ദ്വീപെന്നറിയപ്പെടുന്ന ഇന്തോനേഷ്യയിൽ തന്റെ സ്വകാര്യ ജെറ്റിൽ എത്തി. ബാലിയുടെ പ്രവേശ തലസ്ഥാനമായ ഡെൻപസറിലെ പബ്ലിക് ഹെൽത്ത് ക്ലിനിക്കിൽ നടക്കുന്ന ചടങ്ങിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ജോക്കോ വിഡോഡയ്ക്കൊപ്പം മസ്ക് സ്റ്റാർലിങ്ക് ലോഞ്ചും മറ്റ് സേവനങ്ങളും ആരംഭിക്കും. ഒപ്പം ചടങ്ങിൽ ആരോഗ്യ മേഖലയുമായി ബന്ധിക്കുന്നതിനുള്ള കരാറുകൾ ഒപ്പുവെക്കുമെന്ന് കമ്മ്യൂണിക്കേഷൻ മന്ത്രി ബുഡി അരി സെറ്റിയാഡി പറഞ്ഞു. രാജ്യത്തെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനുള്ള കരാറിലും മസ്ക് ഒപ്പുവെക്കുമെന്ന് വിമാനത്താവളത്തിൽ മസ്കിനെ സ്വാഗതം ചെയ്ത ഇന്തോനേഷ്യയുടെ മാരിടൈം ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് കോർഡിനേറ്റിംഗ് മന്ത്രി ലുഹുത് ബിൻസാർ പൺജൈതാൻ പറഞ്ഞു. ഇന്തോനേഷ്യൻ സർക്കാരും സ്റ്റാർലിങ്ക് സേവനങ്ങൾ നടത്തുന്ന എയ്റോസ്പേസ് കമ്പനിയായ മസ്കിന്റെ സ്പേസ് എക്സും തമ്മിലുള്ള കരാറിനെക്കുറിച്ചുള്ള വിഡോഡോയുടെ അടുത്ത സഖ്യകക്ഷിയായ പൺജൈതാൻ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയിട്ടില്ല. ഇതോടെ ലോകവാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം. അടുക്കളയുടെ താളം തെറ്റുന്നു. മലപ്പുറത്ത് ബീഫിന്റെ വിലയിൽ വന്നത് 20 രൂപയുടെ വർധനവാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള കാലികളുടെ വില കൂടിയതാണ് കാരണം. വില കൂട്ടാതെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നുവെന്നും വ്യാപാരികൾ പറയുന്നു. CV അനുമോദിന്റെ റിപ്പോർട്ട്. ഞാനുള്ളത് മലപ്പുറം കുന്നുമ്മൽ ഡെയിലി മാർക്കറ്റിലാണ്. ഇവിടുത്തെ ബീഫ് വിൽക്കുന്ന കടയ്ക്ക് മുമ്പിലാണ് ഞാനുള്ളത്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഞായറാഴ്ചയാണ്, തിരക്കുണ്ട്. ആളുകളൊക്കെ കാത്തുനിന്ന് ബീഫ് വാങ്ങുന്നതിൻ്റെ ഒരു കാഴ്ച കാണാം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമുക്കിവിടെ ബീഫിൻ്റെ വിലവരവ് പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ 3-5 മുതൽ, അതായത് ഈ മാസം 3-ാം തീയതി മുതൽ ഉള്ള വില അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഇവരോട് സംസാരിക്കാം. 3-ാം തീയതി മുതൽ ഇപ്പോൾ വില കൂടിയില്ലേ? 3-ാം തീയതി നമ്മൾ വില കൂട്ടി. നമ്മൾ ആദ്യം 300 രൂപ കിട്ടിയിട്ട് 300 300 രൂപ ആക്കി. അങ്ങനെ പോകണം. 300 രൂപ ആക്കിയിട്ട് ഒരു കാര്യമില്ല. ആ വിലക്കാണ് ഞങ്ങൾ ചന്തയിൽ നിന്ന് വാങ്ങണത്. കാരണം ലക്ഷങ്ങൾ കടത്തു പോയി. ഒരു 10 രൂപ ലക്ഷം കടന്നതിന് 2 മാസം കൊണ്ട് പോയി. തമിഴ്നാട്ടിൽ വരുന്ന വില കൂടിയിട്ട് വരുന്നത് ഞങ്ങൾ വാങ്ങണത് ആ വിലക്കാണ്. അതുകൊണ്ട് വിൽക്കുന്നത് ആ വിലക്ക് തന്നെ. ഒരു നിലക്കും പറ്റാത്തതുകൊണ്ടാണ് 300 രൂപ ആക്കി അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ്. ജില്ലയിൽ മൊത്തം ഈ ഒരു വില തന്നെയാണ്. ഏകദേശം ഈ വില തന്നെയാണ്. പിന്നെ ഇവിടെ മത്സര കച്ചവടമാണ്. അത് നമുക്ക് ബാധകമല്ല. എല്ലാ ഏർപ്പാടുകളും മത്സരങ്ങൾ അത് നമുക്ക് ബാധകമല്ല. നമ്മൾ 20 രൂപയാണ് കൂട്ടിയത് അല്ലേ? 20 രൂപ കൂട്ടി. 300 ആയിരുന്നു ഇവിടെ. 300 300 രൂപ ആക്കി. എല്ലാത്തിനും അതേപോലെ വില കൂടി അല്ലേ? എല്ലാത്തിനും വില 300 രൂപ. 300 എല്ലില്ലാത്ത 340, ബോൺലെസ് 360, ലിവർ 250 നിൽക്കണു, ബോട്ടി 200, പാർട്സ് 100 രൂപ. അതല്ല വില. ഇവിടുത്തെ മലനാട് ബീഫ് സ്റ്റാളിന്റെ കച്ചവടം അങ്ങനെ പോകുന്നത്. വില കൂടിയതിനെ തുടർന്ന് ആൾക്കാർ പറയുന്നത് പ്രശ്നമില്ല. ജനങ്ങൾക്ക് അറിയാം ഇതിന്റെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് പരാതികളൊന്നും ഇല്ല. ഇല്ല. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ വില കൂടാനുള്ള സാധ്യത കാണുന്നുണ്ടോ? വില കൂടാൻ സാധ്യത ഉണ്ടെന്നാ പറയുന്നുണ്ട്. BJP ഭരണത്തിൽ വന്ന ഒന്നുകൂടി സ്ട്രോങ് ആകുമെന്നുള്ള പറയുന്നുണ്ട്. എന്താ വെച്ചാല് ഇതൊക്കെ കമ്പനിക്ക് കയറ്റി പോവാണ്. അത് നമുക്ക് സാധനം കിട്ടാത്തതിന്റെ പ്രശ്നം കമ്പനിക്ക് കയറാണ്. അപ്പൊ ഇത് വരുന്ന കമ്മിയാണ്. കമ്മി മാത്രമല്ല, വണ്ടി തടഞ്ഞിട്ട് സാധനം കുടിച്ചു പോവാണ്. ലോഡ് കുടിച്ചു പോയിട്ട് നമ്മളെ സോഴ്സ് ഇല്ലാതാക്കി. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ബീഫും പൊറോട്ടയും ഇല്ലാതെ ആലോചിക്കാൻ പറ്റില്ല. അത് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ തന്നെ ഇതിങ്ങനെ നമ്മൾ 20 രൂപ കൂട്ടി ചന്തയിൽ 1000 രൂപ കൂടി ആ അവസ്ഥയാണുള്ളത്. ഒരു ദിവസം എത്ര പോത്തൊരു? ഞങ്ങളൊരു 3-4 കറുപ്പ് കച്ചവടത്തിൽ നമുക്ക് വായിച്ചിട്ട്. കാരണം നമ്മൾ നല്ല സാധനം കൊടുക്കണത്.
നമ്മളെല്ലാം വൃത്തിയായ കാര്യത്തിൽ നമ്മളെ സാധനം കൊടുക്കും. പെരുന്നാളിന്റെ ദിവസമൊക്കെ സാധനം മുമ്പ് വില കൂടാറുണ്ടോ? പെരുന്നാൾക്ക് പ്രത്യേകം കൂട്ടില്ല. പെരുന്നാൾക്ക് ഞങ്ങൾ കൂട്ടൂല. കാരണം അന്ന് കച്ചവടം വെച്ചിട്ട് അത്യാവശ്യം നമ്മൾ സാധനത്തിന് വില കൂട്ടൂല. കൂട്ടണ നമ്മൾ അതിന് മുന്നേ കൂട്ടും. വാങ്ങിക്കുന്ന ആൾക്കാരോട് ചോദിക്കാം, എന്താണ് ഈ വില കൂടിയത് നിങ്ങളൊക്കെ ബാധിച്ചിട്ടുണ്ടോ? ഇങ്ങനെ അഭിപ്രായമൊന്നുമില്ല സ്പന്ദനം. ഇവിടെ നല്ല ബീഫാണ് നമുക്ക് കിട്ടുന്നതുകൊണ്ട് നമുക്ക് വില കൂടിയാലും കുഴപ്പമില്ലല്ലോ. ഏത് നല്ല വില കൂടുതൽ നല്ല സാധനം കിട്ടുകയാണെങ്കിൽ വില കൂടുതൽ നമ്മൾ ആരായാലും വാങ്ങില്ല, വില കൂടുതലും വാങ്ങുമല്ലോ, കുഴപ്പമില്ല. ഞാനിപ്പോൾ കുറച്ച് ദൂരം ഒരുപാട് ഇറച്ചി കട ബീഫ് കട ഒഴിവാക്കിയിട്ട് നല്ലതാണ് തോന്നിയതുകൊണ്ടാണ് അങ്ങോട്ട് വരുന്നത്. അപ്പം 20 രൂപയുടെ പ്രശ്നമാക്കുന്നില്ല. എന്താണ് നിങ്ങൾ ഇവിടെ നിന്നൊക്കെ വരുന്നത്? ഇവിടെ തന്നെ വില കൂടിയെന്നൊക്കെ പറയുമ്പോൾ ബാധിച്ചിട്ടുണ്ടോ നിങ്ങളൊക്കെ? ബാധിച്ചിട്ടില്ല, നമ്മൾ അതിനനുസരിച്ച് അപ്പം വാങ്ങുന്നുള്ളൂ. ഇത്തിരി കുറയ്ക്കൂലേ വാങ്ങുന്നത്? അതാണ് നമുക്ക് ഇവിടെ നിന്നും പങ്കുവെക്കാനുള്ള വിവരങ്ങൾ. ഈ മാസം 3-ാം തീയതി മുതൽ വില വർധനവ് ഇവിടെ നിലവിൽ വന്നിട്ടുണ്ട്. 20 രൂപ മാത്രമാണ് ബീഫിന് കൂട്ടിയിട്ടുള്ളത്. അനുബന്ധമായിട്ടുള്ള സാധനങ്ങളുടെ വിലയിലും അല്പം വർധനവുണ്ട്. എന്നാൽ പോലും ഇത് ഇനിയും വർദ്ധിക്കാനുള്ളൊരു സാധ്യതയും ഇവർ പറയുന്നുണ്ട്. അങ്ങനെയാണ് മലപ്പുറത്ത് നിന്നുള്ള ബീഫ് മാർക്കറ്റിലെ വിവരങ്ങൾ. മലപ്പുറത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18. കഴിഞ്ഞ ഒരു മാസത്തിനിടെയാണ് മത്സ്യത്തിനും മാംസത്തിനും വില കുത്തനെ കൂടിയത്. എറണാകുളം ജില്ലയിലെ പല മാർക്കറ്റിലും വില തോന്നുംപടിയാണ്. ചമ്പക്കര മാർക്കറ്റിൽ നിന്നും ഡാനിപ്പോൾ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വലിയ വിലക്കയറ്റം എല്ലാ മേഖലയിലും ഉണ്ടായിരിക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ ഈ മത്സ്യ അതോടൊപ്പം തന്നെ മാംസ രംഗത്ത് അത് എല്ലാം തന്നെ വിലക്കയറ്റത്തിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ് അല്പം മുമ്പ് സംസാരിച്ചപ്പോൾ വ്യാപാരികൾ പറയുന്നത്. നമ്മളുള്ളത് എറണാകുളത്തെ ചമ്പക്കര മാർക്കറ്റിലാണ്. ചമ്പക്കരയിലെ പ്രത്യേകത എന്ന് പറയുന്നത് മത്സ്യ അതോടൊപ്പം തന്നെ മാംസ ആഹാര പ്രിയർക്ക് പ്രിയപ്പെട്ട ഒരിടമാണിത്. വലിയ രീതിയിൽ ഇവിടേക്ക് മത്സ്യങ്ങൾ, പ്രത്യേകിച്ച് മത്സ്യങ്ങളുടെ ഒരു വരവ്, കായൽ മത്സ്യങ്ങളായാലും കടൽ മത്സ്യങ്ങളായാലും എല്ലാം തന്നെ എത്താറുണ്ട്. ഒപ്പം തന്നെയാണ് ഈ മീറ്റ് സ്റ്റാള്. ഇവിടെ പോർക്കിന്റെയും അതോടൊപ്പം തന്നെ ബീഫ്, മട്ടൺ സ്റ്റാളുകളെല്ലാം നിരന്ന് ഇവിടെയുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായും വലിയ തിരക്ക് ഈ കടകളിലേക്ക് അനുഭവപ്പെടുന്നത്. അത് പുലർച്ചെയാണ് എപ്പോഴും തിരക്ക് കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. എന്തായാലും ഇപ്പോൾ ഇവിടെ കച്ചവടത്തിന്റെ ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ അവർ നേരത്തെ സംസാരിച്ചപ്പോഴും തിരക്കുണ്ട് എന്ന രീതിയിൽ തന്നെ പറഞ്ഞു. ഇതിപ്പോൾ ഒരു പോർക്ക് വിൽക്കുന്ന സ്റ്റാളാണ്. രാവിലെ മുതൽ ഇവിടേക്ക് തിരക്ക് ഇവിടെയുണ്ട്. ഒപ്പം ഇത് റോബർട്ട് എന്ന് പറയുന്ന ചേട്ടനാണ് ഇതിന്റെ ഒരു കടക്കാരൻ. അദ്ദേഹം സംസാരിക്കും. ചേട്ടാ ഒരു മിനിറ്റ്, ഇപ്പൊ വില എങ്ങനെയാണ്? ഇത് 350 പോർക്കിന്. ഇല്ല, അടുത്ത ദിവസം ഇത് പെരുന്നാളിന് മുമ്പ് കൂടിയതാണ്. ഉണ്ടായിരുന്നതിനേക്കാളും കുറച്ച് നേരത്തെ എത്രയായിരുന്നു? നേരത്തെ കുറെ നാളായി. 360 കൂടിയെന്ന് കൂടി 380 ആയതാണ്. ഏത് പോർക്ക? സാധാരണ ഈ അങ്കമാലി പോർക്ക് അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. ഇത് നമ്മുടെ ഇവിടെ നാടുകളിൽ നിന്നൊക്കെ തന്നെ എടുക്കണേ. അങ്കമാലിലോട്ടൊന്നും പോകില്ല. അങ്ങ് നാട് ഇവിടെ നാട്ടിൽ വളർത്തണുണ്ട്. പനങ്ങാട്, ചേപ്പനം, ചാത്തമ്മ, വളന്തുകാട്, കുണ്ടന്നൂരൊക്കെ അവിടെ നിന്ന് തന്നെ എടുക്കണം. ഞായറാഴ്ച ദിവസങ്ങളിലാണോ കൂടുതൽ? ഞങ്ങൾക്ക് ഞായറാഴ്ച ദിവസം ചില്ലറ കച്ചവടം ഉണ്ടാവും. ബാക്കിയുള്ള ദിവസം ഓർഡർ ഉണ്ട്. റേറ്റ് കൂടുന്നത് കച്ചവടത്തെ പലതും ബാധിക്കുന്നുണ്ടോ ആൾക്കാർ? റേറ്റ് കൂടുന്ന പറഞ്ഞാൽ ഇപ്പൊ ഒരു സമരം ഉണ്ടായില്ലേ കുറച്ചു ദിവസം മുമ്പേ. അപ്പൊ ഫാംകാരെല്ലാരും കൂടി ഒരേപോലെ വില കുറച്ച് സാധനം തന്നില്ലെന്നാ പറയുന്നത് വളർത്തണവര്. അപ്പൊ ആ റേറ്റ് വിൽക്കുമ്പോ അത് കൂടിയ കാര്യം അതാണ്. നേരത്തെ 360 380 കാര്യം അതാണ്. അവർക്കൊരു നിശ്ചിത വില കിട്ടണം, അല്ലെങ്കിൽ അതിൽ കുറച്ച് ജീവനോടെ കൊടുക്കൂല എന്നവർ പറയാൻ തുടങ്ങി. അപ്പൊ ആ റേറ്റിൽ എടുക്കുമ്പോഴാണ് ഇതിന്റെ വില കൂടാൻ കാരണം. ശരി ശരി. എന്തായാലും വില കൂടാനുള്ള ചില കാരണങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്ക് ഈ വാങ്ങാൻ എത്തിയവരോട് സംസാരിക്കാം. എങ്ങനെയുണ്ട്? വില കൂടിയിട്ടുണ്ടോ? എങ്ങനെയാണ് എന്തോ? പൊതുവെ അങ്ങനെ വില വെക്കാറില്ല. അങ്ങനെ വില നമുക്ക് വലിയ രീതിയിൽ കൂടിയിട്ടില്ല. ഇല്ല ഇല്ല ഇല്ല, അങ്ങനെ വലിയ ഇതൊന്നും ഇല്ല റോബോട്ടിന്റെ അടുത്ത്. സാധാരണ ഞങ്ങൾ വരുമ്പോൾ മേടിക്കുന്നതാണ്. വില വ്യത്യാസങ്ങൾ മറ്റ് തൊട്ടപ്പുറത്ത് ബീഫ് സ്റ്റാളുണ്ട്. ഇവിടെയും ഒരു കച്ചവടം നടക്കുന്നു. വില എങ്ങനെയുണ്ട് ചേട്ടാ? ബീഫിന് എന്ത് വിലയുണ്ട്? ബീഫ് 400 രൂപയിലേക്ക് എത്തി എന്നാണ് പറയുന്നത്. ഈ അടുത്തിടെ കൂടിയിട്ടുണ്ടോ? അടുത്തിടെ കൂടിയതാണോ? എന്തോ? 1-ാം തീയതി മുതൽ കൂടിയിട്ടുണ്ട്. എത്ര രൂപ കൂടിയ? 20 രൂപ.
കിലോയ്ക്ക് ഒന്നാം തീയതി 380 നിന്ന് ബീഫ് 400 രൂപയിലേക്ക് എത്തിയെന്നാണ് അദ്ദേഹം പറയുന്നത്. 20 രൂപയുടെ ഒരു വർധനവാണ് ഈ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ളതെന്ന് പറയുന്നു. പലയിടത്തും പല രീതിയിൽ തന്നെ, കാരണം കലൂർ മേഖലയിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ അത് 340 രൂപ എന്ന രീതിയിൽ ബീഫിന് പറയുന്നു. പക്ഷെ ചിലയിടങ്ങളിലേക്ക് വരുമ്പോൾ കൂടുന്നുണ്ട്. മട്ടൺ സ്റ്റാളിലേക്ക് വരുമ്പോൾ ചേട്ടാ എങ്ങനെയുണ്ട് വിലയൊക്കെ കൂടിയിട്ടുണ്ടോ? വിലയൊക്കെ ഇപ്പം മൊത്തം എല്ലായിടത്തും കൂടിക്കൊണ്ടിരിക്കുന്ന. തമിഴ്നാട്ടിൽ നിന്ന് ഇപ്പൊ ഇവിടുന്ന് പന്നി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നൊക്കെ നേരത്തെ വന്നിരുന്ന വെച്ചാൽ ബാംഗ്ലൂര് തമിഴ്നാടൊക്കെ വന്നിരുന്ന സാധനം ഇപ്പൊ വരുന്നില്ല. ഒക്കെ എക്സ്പോർട്ടിംഗ് ആയിട്ട് പോണേ. അതായത് ലൈവ് നോക്കാം ഇപ്പൊ ഒരു 2-3 മാസം മുമ്പ് 140-150 ഉള്ളതാണ് ഇപ്പൊ 240-250 രൂപയ്ക്കും. ഈ എക്സ്പോർട്ടിംഗ് ആയത് കാരണം ഇതെല്ലാം വില കൂടുന്നത്. എക്സ്പോർട്ടിംഗ് ആളുകൾ കൂടുതൽ വാങ്ങിച്ചു കൂട്ടുന്നുണ്ട്. എക്സ്പോർട്ടിംഗ് കയറിപ്പോണാണ് സാധനം. സാധാരണ ഇപ്പൊ ബീഫാണെന്നുണ്ടെങ്കിലും സംഗതി ഇപ്പൊ ഈ തമിഴ്നാട് എല്ലായിടത്തും റീസണിലേക്ക് എക്സ്പോർട്ടിംഗ് ചെയ്യണ സാധനം ഇങ്ങോട്ട് വന്നില്ല. അവിടെ നിന്നൊക്കെ വന്നാലേ നമുക്ക് കേരളത്തിൽ സാധനം ഉണ്ടാവുള്ളൂ. അതാണ് വില കൂടണ സാധനത്തിന്. മട്ടൻ ഇപ്പൊ 800 രൂപ കിലോ. 800 രൂപ. കേരളത്തിൽ പലയിടത്തും അല്ലെങ്കിൽ എറണാകുളം ജില്ലയിൽ പലയിടത്തും പല രീതിയാണോ? ഇപ്പൊ എറണാകുളത്താണ് ഇപ്പൊ ഞാൻ നോക്കിയിട്ട് ഇച്ചിരി വില കുറവ് മട്ടന്. എല്ലായിടത്തും 850. തമിഴ്നാട്ടിലൊക്കെ വിൽക്കണ 1000 രൂപക്കാണ് മട്ടൻ വിൽക്കണം. അവരിവിടെ നിന്നൊന്നും മേടിച്ചിട്ടുണ്ടോ ഞങ്ങൾ. പിന്നെ അവിടെയുള്ള ചെമ്പുരാടൊക്കെയാണല്ലോ. ചെമ്പുരാടൊക്കെ ഇപ്പൊ 800 രൂപയ്ക്ക് ഉണ്ടാവുള്ളൂ. ഇവിടെ 800 രൂപ. ഈ ആളുകളെ വില കൂടുമ്പോ ആളുകൾ മാറിപ്പോകുന്നുണ്ടോ? ആളുകള് ചോദിക്കും, പിന്നെ ആവശ്യക്കാര് മേടിച്ചിട്ടുണ്ടോ അത്രേ ഉള്ളു. ചിലവർക്ക് തന്നെ വില കൂടുമ്പോ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവല്ല. സ്വാഭാവികം നമ്മളാണെങ്കിലും ഉണ്ടാവും. പോർക്കിനും വില കൂടുന്നുണ്ട്. പോർക്കിന് ഇപ്പൊ 380 ഈ പെരുന്നാൾ സീസൺ അതൊക്കെ വന്ന് കൂടുമ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ഈസ്റ്ററിന്റെ ഒരു മാസം മുമ്പ് തുടങ്ങിയാണ് ഈ വില കൂടൽ. അതിക്ക് മുമ്പ് 300-320 രൂപയൊക്കെ ഉണ്ടായ സാധനം ബീഫും പോത്തുമൊക്കെ ഈ പോർക്കുമൊക്കെ. ആളുകൾ പൊതുവെ പറഞ്ഞതെന്ന് വെച്ചാൽ പച്ചക്കറിക്ക് കൂടിയാലും കുറയും, പക്ഷെ മീറ്റിനൊന്നും കൂടിയാൽ കുറയൂല. അതങ്ങനെയാണല്ല. സാധനം അവിടെ നിന്ന് വന്നില്ല സാധനം. അതുകൊണ്ടാണ് ഞാനിപ്പോ നമ്മളിപ്പോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഓരോ ഇപ്പൊ ഇവിടുന്ന് കാഞ്ഞിരപ്പറ്റ സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ 450 രൂപ വിൽക്കണ ബീഫ്. 440. അതുപോലെ പാല, കോട്ടയം ജില്ലയിലൊക്കെ വില കൂടുതലാണ്. 420-440 ഇങ്ങനെ പല റേഞ്ചാണ്. പിന്നെ പോരാനായിട്ട് അവിടെ നിന്ന് തന്നെ അർത്ഥേച്ചും ഈ സാധനം പാക്ക് ചെയ്ത് നമ്മുടെ കേരളത്തിലാണ്. നമ്മളുടെ ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയൊക്കെ തന്നെയാണ്. അല്ലെങ്കിൽ അവരതൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം അവിടെ നിന്ന് കിട്ടും. ഒരു ന്യായമായിട്ടൊക്കെ കൂടെ വിൽക്കാം. സാധനം ശരിക്കും അവിടെ തന്നെ ഇറത്തി ഈ വീണതും പിടിച്ചു വെക്കാനല്ലേ ഇറക്കണ ചന്തയിൽ നിന്ന്. നല്ല സാധനമൊന്നുമല്ല. അതൊക്കെ അവിടെ നിന്ന് സാധനം വന്ന് എക്സ്പോർട്ടിങ് ഇവിടെ എവിടെയൊക്കെയല്ലേ കൊച്ചി, ആലുവ, ഈ കലൂര് വരെയൊക്കെ വന്നിട്ടുണ്ട് ഈ സാധനങ്ങൾ. എന്നിട്ട് അവര് കൊണ്ടെന്ന് വെച്ച് ഇവിടെ വിൽക്കണം 300 രൂപ 310 രൂപ. അവർക്ക് വേറെ ഒന്നും നോക്കാനൊന്നുമില്ല കിട്ടണത്. വെറുതെ കിട്ടണേ. നമ്മളിവിടെ ഈ സാധനം ചന്തയിൽ നിന്ന് മേടിച്ച് നിർത്തിക്കൊണ്ട് തന്നെ ഇവിടെ വന്ന് ഒരാഴ്ചയൊക്കെ നിന്ന് കഴിഞ്ഞൊക്കെ ഇറക്കണത്. അവർക്കെന്ന് വെച്ചാൽ ചന്തയിൽ വീണതും പിടിച്ചതൊക്കെ മേടിച്ചിട്ട് ചോദിച്ചു അറുത്ത് ശരിക്കും നമ്മളുടെ കണ്ടെയ്നർ വഴി കയറി തന്നെയാണ്. ഈ എറണാകുളത്ത് തന്നെ പല സ്ഥലത്തും വരുന്നുണ്ട്. കൊച്ചിയിലാണ് കൂടുതൽ വരുന്നത്. അല്ല, നമ്മള് ആഴ്ചയിലെല്ലാം വാങ്ങുന്നതാണ്. ഇപ്പൊ ഒരാഴ്ചയിൽ വരുമ്പോൾ ചിലപ്പോൾ 10-20 രൂപയുടെ ഡിഫറൻസ് കാണാറുണ്ട്. എന്നാലും എല്ലാ ഐറ്റംസിനും വില കൂടുതൽ തന്നെയാണ്. കുറവായിട്ടൊന്നും തന്നെ ഇല്ല. സാധാരണക്കാരന് ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള സമയം തന്നെയാണ് എന്ന് തന്നെ കൊണ്ട് പറയാം. 20 രൂപ കൂടുമ്പോൾ അറിയില്ല നമ്മള്. പക്ഷെ ഓരോ ഐറ്റംസിന് അങ്ങനെ 20 രൂപ കൂടുമ്പോ നിത്യ ചെലവിന്റെ ആവർത്തനവ് ഭയങ്കര ഇത് തന്നെയാണ്. അതുപോലെ വരുമാനങ്ങൾ ആളുകൾക്ക് ഇല്ലല്ലോ. ഇപ്പൊ കൂടുതലാണ്. എല്ലാ സാധനങ്ങൾക്കും തന്നെ കൂടുതലാണ്. തൃപ്പൂണിത്തുറ മാർക്കറ്റിൽ ഇവിടുത്തേക്കാളും 10 രൂപ കൂടുതലുണ്ട്. അങ്ങനെ തന്നെ ഇവർക്ക് ഇവിടെ ഏകീകൃതമായ വിലയൊന്നും അല്ല എല്ലാ ഐറ്റംസിനും. പലരും പല വിലയിലും 10 രൂപ കൂടുതൽ എടുത്ത് അങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. കൃത്യമായ ഒരു വില നിശ്ചയ വിലയൊന്നുമില്ല ഇവിടെ. എന്ത് വിലയുണ്ട് ചേട്ടാ ചിക്കന്? ചിക്കൻ 184 ചില്ലറ റേറ്റ് പ്രൈസ് വെക്കണം. ഈ അടുത്തിടയ്ക്ക് കൂടിയതാണ്. ഇപ്പൊ ഒരാഴ്ചയായിട്ട് കൂടിയതാ. അതിന് മുമ്പ് എത്രയായിരുന്നു? അതിന് മുമ്പൊക്കെ 150-145 ഒക്കെ ഉണ്ടായിരുന്നു. ആളുകൾ കുറയുന്നുണ്ടോ? പിന്നെ കച്ചവടം വളരെ കുറഞ്ഞില്ലേ. വളരെ കുറയുന്നു. ചൂട് കൊണ്ട് ചാവണ കാരണം കോഴി വളർത്തെല്ലാരും നിർത്തി. ഞാൻ ഫാമുകളിൽ ഇട്ട് കഴിഞ്ഞാൽ 1000 കോഴി ഇട്ട് കഴിഞ്ഞാൽ ഒരു 600 കോഴിയൊക്കെ ഇട്ടുള്ളൂ. കുഞ്ഞുങ്ങളെ തന്നെ ചത്തുപോവുക. അത് കാരണമാണ് ചൂടിന്റെ ഇതുകൊണ്ട് എല്ലാ ഫാമുകളും നിർത്തിയിട്ടുകൊണ്ടാണ് ഈ വിലയിപ്പത്രം കയറ്റം വന്നേക്കണത്. എല്ലാവരെയും ബാധിച്ചിട്ടുണ്ട്. കൃഷിക്കാരൊക്കെ അതുകൊണ്ട് ഫാമെല്ലാം നിർത്തിയിട്ട് കൃഷി ചെയ്യാതെ
അതുകൊണ്ടാണ് കോഴി ഇത്രയും വില വന്നേക്കണത്. പറയാനിപ്പോൾ മഴയൊക്കെ പെയ്ത് ഒരു മാസമൊക്കെ കഴിയണം. ഇനി ചൂടൊക്കെ മാറി കഴിഞ്ഞിട്ട് കോഴി. അല്ലല്ല, ഇത് ലോക്കലൊക്കെ ഞങ്ങൾ എടുക്കുന്നത്. തമിഴ്നാട് പോയി കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെ വില കുറഞ്ഞു. തമിഴ് അവിടെയും ചൂട് കൊണ്ടും അവിടെ ഇല്ല കോഴി മൊത്തം ടൈറ്റ് വന്നതുകൊണ്ടാണ്. വില കൂടാനുള്ള കാരണങ്ങളെ കുറിച്ച് വിപണനക്കാർ കച്ചവടക്കാർ തന്നെ വ്യക്തമാക്കിയായിരുന്നു. പല രീതിയിൽ കാരണങ്ങളുണ്ട്. പക്ഷേ ഒരിക്കലും വില കൂടിയിട്ട് അത് താഴേക്ക് ഇറങ്ങുന്നില്ല എന്ന ഒരു പൊതു പരാതി നിലനിൽക്കുന്നുണ്ട്. പച്ചക്കറിക്ക് വില കൂടിയാലും കുറയാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഒരിക്കലും ഈ മാംസ ആഹാര പ്രിയർക്ക് അവരുടെ ഇനങ്ങളിലെ വില കൂടിയാൽ അത് കുറയുന്നില്ല എന്ന പരാതി തന്നെയാണ് ഉള്ളത്. എന്തായാലും വിപണിയിൽ വിലക്കയറ്റം അത് വളരെ പ്രകടമാണ്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ കനക്കും. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്നും നാളെയും മറ്റന്നാളും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ്7 ജില്ലകളിലും യെല്ലോ അലർട്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട്. പുതിയ മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. തെക്കൻ കേരളത്തിൽ മഴ കനക്കും, മധ്യ കേരളത്തിലും മഴ കനക്കുമെന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്നും നാളെയും മറ്റന്നാളും റെഡ് അലർട്ടാണ് എന്നാണ് അറിയിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ്7 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് ഉള്ളത്. പുതിയ അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തായാലും മഴ കനക്കാൻ തന്നെയാണ് സാധ്യത. കടുത്ത വലിയ മഴ വരുന്നു എന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ ഗുരുതര സുരക്ഷാ വീഴ്ച. ഗുഡ്സ് ട്രെയിൻ തെറ്റായ ട്രാക്കിൽ നിർത്തിയിട്ട് ലോക്കോ പൈലറ്റ് ഇറങ്ങിപ്പോയി. പാസഞ്ചർ ട്രെയിനുകൾ വരുന്ന 1ാം പ്ലാറ്റ്ഫോമിലാണ് ഗുഡ്സ് ട്രെയിൻ നിർത്തിയിട്ടത്. 4 മണിക്കൂറിന് ശേഷം മംഗളൂരുവിൽ നിന്നും മറ്റൊരു ലോക്കോ പൈലറ്റ് എത്തിയാണ് ഗുഡ്സ് ട്രെയിൻ പുറപ്പെട്ടത്. പുലർച്ചെ 5:50 ഗുഡ്സ് ട്രെയിൻ എനിക്ക് പിറകിൽ ഇപ്പോൾ കാണാം. ഗുഡ്സ് ട്രെയിൻ ഇത്തരത്തിൽ 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് മാറി സിഗ്നൽ മാറി കയറിയതെന്നാണ് സംശയിക്കുന്നത്. ഏതായാലും 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയത്. ഈ ട്രെയിൻ ഇപ്പോൾ സമയം 10 മണി, അതായത് 4 മണിക്കൂറോളമാണ് 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ ഇത്തരത്തിൽ നിർത്തിയിട്ടത്. ലോക്കോ പൈലറ്റ് ഈ ട്രെയിൻ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിർത്തിയിട്ട് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയി. അതിനുശേഷം പുതിയ ലോക്കോ പൈലറ്റ് മംഗളൂരുവിൽ നിന്നെത്തിയാണ് ഇപ്പോൾ ഈ ട്രെയിൻ പോകുന്ന ഈ ദൃശ്യം നമുക്കിപ്പോൾ കാണാം. ഗുഡ്സ് ട്രെയിൻ ഇത്തരത്തിൽ 1ാമത്തെ ട്രാക്കിൽ നിന്നും ഇപ്പോൾ ഈ ട്രെയിൻ പുറപ്പെടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അതായത് 4 മണിക്കൂറോളമാണ് ഇത്തരത്തിൽ ഈ ട്രെയിൻ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിർത്തിയിടുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇതിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാലും എല്ലാ ട്രെയിനുകളും വളരെ വൈകിയാണ് ഇത്തരത്തിൽ ഒരു സംഭവം നടന്നതുകൊണ്ട് ഓടുന്നത്. വന്ദേ ഭാരത് എക്സ്പ്രസ് ഉൾപ്പെടെ വൈകി ഓടി നിരവധി യാത്രക്കാരെ ഇത് ബുദ്ധിമുട്ടിലാക്കി. ഇത്തരത്തിൽ 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വരേണ്ട ട്രെയിൻ 2ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് കയറി പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ യാത്രക്കാരെ വലിയ തോതിലാണ് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കിയത്. എന്തായാലും ഇതിൽ സംബന്ധിച്ച റെയിൽവേയുടെ അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നേരത്തെയും കാഞ്ഞങ്ങാട് മാവേലി എക്സ്പ്രസിന് ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് സിഗ്നൽ പിഴവ് കാരണം 1ാമത്തെ പ്ലാറ്റ്ഫോമിലെത്തേണ്ട മാവേലി എക്സ്പ്രസ് മധ്യത്തിലുള്ള പ്ലാറ്റ്ഫോം ഇല്ലാത്ത ഒരു ട്രാക്കിലേക്ക് കയറി വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ കാര്യത്തിലും അന്ന് റെയിൽവേ ഗുരുതരമായ വീഴ്ച ഉണ്ടായിരുന്നു, നടപടിയും ഉണ്ടായിരുന്നു. എന്തായാലും ഈ കാര്യം വലിയ തോതിൽ ജനങ്ങളെ പരിഭ്രാന്തരാക്കി. കാരണം ഇത്തരത്തിൽ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ ഈ ഗുഡ്സ് ട്രെയിൻ ഇത്തരത്തിൽ ഡെക്കാർഡ് പോകേണ്ട ഒരു ട്രെയിനാണ് ഈ കാണുന്നത്. ഈ ട്രെയിൻ ഇത്തരത്തിൽ 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് കയറി വരികയായിരുന്നു. പിന്നീട് ലോക്കോ പൈലറ്റ് ഇവിടെ നിന്നും ഇറങ്ങിപ്പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് ഇപ്പോൾ 10 മണിയോടുകൂടിയാണ് പുതിയ ലോക്കോ പൈലറ്റ് എത്തിയതിനു ശേഷം ഈ ട്രെയിൻ ഇവിടുന്ന് നീക്കം ഇപ്പോൾ മാറ്റി നിർത്തുന്നത്. ഇതിപ്പോൾ എടക്കാടാണ് ഇത് ഷെഡ് ചെയ്യേണ്ടത് ഈ ട്രെയിൻ. പക്ഷേ എന്താണ് ഇതിൽ സംഭവിച്ചെന്ന് റെയിൽവേയുടെ ഭാഗത്താണ് അറിയിക്കേണ്ടത്. ഗുരുതരമായ എന്തായാലും സുരക്ഷാ വീഴ്ച ഇതിൽ സംഭവിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ ഉറപ്പാണ്. എന്തായാലും ഇത് സംബന്ധിച്ച അന്വേഷണവും ഉണ്ടാവും. ഏതായാലും യാത്രക്കാരെ വലിയ തോതിൽ ഇത് ബുദ്ധിമുട്ടിലാക്കി. അത് ഭയങ്കര ലേറ്റായി പോയി. 5 മണിക്കൂറോളായി നമ്മൾ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് യാത്രക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. അത് വണ്ടി ട്രാക്ക് മാറി വെച്ചത് ജനങ്ങൾക്കായി നമുക്ക് യാത്രക്കാരെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എത്രയോ യാത്രക്കാർ ഈ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലേക്കാണ് വന്ന് ഇറങ്ങി നിൽക്കേണ്ടത്. ഇപ്പോൾ ഈ ട്രാക്ക് മാറിയിട്ട് വണ്ടി
അവർ അനാസ്ഥ കൊണ്ടാണ് ഇവിടെ വണ്ടി ട്രെയിനിടെ ഈ ട്രാക്ക് നടുക്ക് വെച്ചിട്ടുള്ളത്. ഈ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നും ഇപ്പോൾ ഈ ട്രാക്കിൽ നിന്നും ഈ ട്രെയിൻ മാറ്റിവിടുന്ന ദൃശ്യങ്ങളാണ് എനിക്ക് പിറകിൽ കാണുന്നത്. ഈ ട്രെയിൻ ഇപ്പോൾ ഇവിടെ നിന്നും മാറ്റിവിടുന്നു. എന്തായാലും വളരെ വൈകി 4 മണിക്കൂറോളം വൈകിയാണ് ഇത്തരത്തിൽ ഈ ട്രെയിൻ മാറ്റിയിടുന്ന സാഹചര്യമുണ്ടായത്. യാത്രക്കാരെ അത് വലിയ തോതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. എഞ്ചിനിൽ തീ കണ്ടെത്തിയതിനെ തുടർന്ന് അടിയന്തരമായി തിരിച്ചിറക്കിയ ബംഗളൂരു കൊച്ചി എയർ ഇന്ത്യ വിമാനത്തിലെ യാത്രക്കാരെ കൊച്ചിയിലെത്തിച്ചു. ഏറെ നേരത്തെ പ്രതിഷേധത്തിനൊടുവിൽ പ്രത്യേക വിമാനത്തിൽ 12 മണിയോടെയാണ് യാത്രക്കാരെ കൊച്ചിയിലെത്തിച്ചത്. ഇന്നലെ രാത്രി കൊച്ചിയിലേക്ക് പുറപ്പെടുമ്പോഴാണ് എഞ്ചിനിൽ തീ ശ്രദ്ധയിൽപ്പെട്ടത്. सभी यात्रियों से निवेदन अपने स्थान पर ही बैठे रहें. रिक्वेस्टिंग ऑल पैसेंजर्स टू रिमेन सीटेड. ശരിക്കും Remain seated. Please be seated. Excuse me, please be seated. Remain seated. Please be seated. Everything is under control. Be seated. Everything is under control. ബാംഗ്ലൂർ വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്ന കൊച്ചിയിലേക്ക് പുറപ്പെടേണ്ടിരുന്ന ബാംഗ്ലൂർ വിമാനത്തിൽ എയർ ഇന്ത്യ വിമാനത്തിൽ തീപടർന്നതിനെ തുടർന്ന് വലിയ ആശങ്കകളുണ്ടായത്. ഇപ്പോൾ യാത്രക്കാർ ഇവിടേക്ക് കൊച്ചി വിമാനത്താവളത്തിലേക്ക് കുറെ പേരെ എത്തിക്കൊണ്ടിരിക്കുന്നു. യാത്രികനായിരുന്നു. എന്തായിരുന്നു സംഭവിച്ചത്? ടേക്ക് ഓഫിന് ശേഷം എഞ്ചിൻ തീ പിടിച്ചു. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ലാൻഡ് ചെയ്തു ഞങ്ങൾ. അപ്പോഴേക്കും ഫയർ നല്ല ഹെവിയായി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഫയർ എഞ്ചിനൊക്കെ വന്ന് ഞങ്ങൾ എമർജൻസി ലാൻഡ് ചെയ്ത് എല്ലാവരും ചാടി പുറത്തേക്ക് കിടന്നു. വീണപ്പോൾ ചെറിയ പൊട്ടൽ അത്രയൊക്കെ ഉള്ളൂ. പറഞ്ഞതിന്റെ ഒരു പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യേണ്ടി വന്നോ? ഇങ്ങോട്ട് നന്നായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യേണ്ടി വന്നു. ഇല്ല, പ്രത്യേകിച്ച് എയർ ഇന്ത്യ ഒന്നും ചെയ്തില്ല. തീർച്ചയായും. കാരണം വെച്ചാൽ ഫ്ലൈറ്റ് ഓൾറെഡി ഡിലേ ആയിരുന്നു. ഒരു 1 ഹവറോളം ഡിലേ എക്സ്ട്രാ എടുത്തു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം ഒരു ബ്ലാസ്റ്റ് ചെയ്യണ ഒരു സൗണ്ട് ഉണ്ടായിരുന്നു. സൗണ്ട് കഴിയുമ്പോഴത്തേക്കും സ്പാർക്കിങ് വന്നു. അതിനുശേഷം ഒരു 5 മിനിറ്റ്സോളം അവർ മേലെ ഹോൾഡ് ചെയ്തു. അതും കഴിഞ്ഞിട്ടാണ് അവർ താഴേക്ക് വരെ ഹോൾഡ് ചെയ്യാമെന്ന് കൊണ്ടുപോയി. അതിനുശേഷം ഇവാക്വേഷൻ പറഞ്ഞു. എല്ലാവരും ചാടി ഓടുക ചെയ്തേ. ഭയങ്കര റിസ്ക് ആയിരുന്നു. അതിനുശേഷം എയർപോർട്ടിലും കിടന്ന് സ്ട്രഗിൾ ചെയ്തു. സ്ട്രഗിൾ വെച്ചാൽ എയർ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്തില്ല. ഇറങ്ങിയത് വേണത് ഞങ്ങള് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ടേക്ക് ഓഫ് കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പിന്നെ പ്ലെയിനിന് ഇങ്ങനെ കുലുക്കൊന്നും സംഭവിച്ചില്ല. എന്തോ ഒരു കടകട ശബ്ദം വന്ന പോലെ ഈ ചിറകിന്റെ അവിടുന്ന് കേട്ടു. വീണ് കൈയൊക്കെ പൊട്ടി, ഇവിടെ പൊട്ടി. നിങ്ങൾ ജമ്പ് ചെയ്യായിരുന്നു. എമർജൻസി ആയിരുന്നല്ലോ. അല്ലാതെ പേടിച്ചു. എല്ലാവരും പേടിച്ചു. കൊച്ചു 1 വയസ്സുള്ള 2 വയസ്സുള്ള പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. രാത്രിയായിരുന്നു. ഞങ്ങൾ ഗ്രൗണ്ടിൽ കൂടി കുറെ ഓടി. പൊട്ടുമെന്ന് വിചാരിച്ചേ ഞങ്ങൾ കുറെ ഓടി. പലരും തന്നെയും അവർക്ക് സംഭവിച്ച, അവർക്ക് നേരിട്ട ആ ഒരു വൈഷമ്യങ്ങൾ ഇതെല്ലാം തന്നെയാണ് പറയുന്നത്. എന്തായിരുന്നു സംഭവിച്ചത് നിങ്ങൾക്ക്? ഞാൻ എന്താ പറയുക, 10:40 ഫ്ലൈറ്റ് ആയിരുന്നു. 10:40 ഫ്ലൈറ്റ് കഴിഞ്ഞ് 10 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ നല്ല ഫയർ വന്നു. അപ്പോൾ പൈലറ്റ് അത് തിരിച്ചു വിട്ടു. ഞങ്ങൾ ഒരു 11:15 ആയപ്പോഴേക്ക് തിരിച്ച് ബാംഗ്ലൂർ ലാൻഡ് ചെയ്തു ഇവാക്വേഷൻ ഡോറിൽ കൂടെ. അത് കഴിഞ്ഞ് പിന്നെ അവിടെ ഒരു സ്ട്രഗിൾ ആയിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങളുടെ സാധനങ്ങൾക്കാണെങ്കിലും നോ പ്രോപ്പർ കോർഡിനേഷൻ. ഇപ്പോൾ രാവിലെ ഒരു 10:15 ഫ്ലൈറ്റാണ് ഞങ്ങളെ കയറ്റിയിരുത്തിയത്. അതായത് എനിക്ക് തോന്നുന്നു 11 o'clock അത് വിട്ടത് തന്നെ. ഐ തിങ്ക് ദർ ആർ സ്റ്റിൽ പീപ്പിൾ നോ ബോർഡിംഗ് ഇൻ വിസ്താര. ലഗേജസ് ഞങ്ങൾക്കൊരു മോർണിംഗ് 3 o'clock ഹാൻഡ് ലഗേജസും ഇത് ലഗേജസും തന്നു. പക്ഷെ അതൊരു ഭയങ്കര ഒരു ലൈഫ് ആണ്. കാരണം അത് ഒരു ഭാഗ്യമാണെന്ന് പറയാൻ രക്ഷപ്പെട്ടു. അത്രേ ഉള്ളൂ. പലരും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അതിന്റെ ഒരു സന്തോഷവും സമാധാനമൊക്കെയാണ് അവർ പറയുന്നത്. കാരണം അത്ര കണ്ട അവർ അതിനകത്ത് ഭയചകിതരായിരിക്കുന്നു. ഇപ്പോൾ ഈ വിമാനത്താവളത്തിലേക്ക് പലരും തന്നെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അവരവരുടെ അനുഭവങ്ങൾ പറയുകയും എല്ലാം തന്നെ ചെയ്യുന്നു. എന്തായാലും യാത്രക്കാർ വളരെ രക്ഷപ്പെട്ടതിന്റെ വലിയൊരു ആശ്വാസത്തിലാണ് കൊച്ചിയിലേക്ക് എത്തുന്നത്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ടാനി പോൾ, ന്യൂസ് 18. അതിരപ്പള്ളിയിൽ കാട്ടാനയെ പ്രകോപിപ്പിച്ചതിന് വിനോദസഞ്ചാരികൾക്കെതിരെ കേസ്. തമിഴ്നാട്ടിൽ നിന്നെത്തിയ 7-അംഗ സംഘത്തിനെതിരെയാണ് കേസെടുത്തത്. ആനയ്ക്ക് മധുര പലഹാരങ്ങൾ എറിഞ്ഞുകൊടുത്ത് പ്രകോപനം സൃഷ്ടിക്കുകയായിരുന്നു. സുഹൃത്തുക്കളുമായി പന്തയം വെച്ചാണ് ആനയെ പ്രകോപിപ്പിച്ചത്. ഇവർക്ക് നേരെ ആന പാഞ്ഞെടുക്കുകയും ചെയ്തു. ദൃശ്യങ്ങൾ പകർത്തിയ മറ്റൊരു സംഘമാണ് വനം വകുപ്പിന് വിവരം കൈമാറിയത്. കേസിൽ 1-ാം പ്രതി തമിഴ്നാട് റാണിപ്പേട്ട് സ്വദേശി M. സൌക്കത്തിനെ റിമാൻഡ് ചെയ്തു.
കാസർഗോഡ് ബേത്തൂർ പാറയിൽ സ്കൂട്ടറും കാറും കൂട്ടിയിടിച്ച് ദമ്പതികൾ മരിച്ചു. ബന്തടുക്ക സ്വദേശി കുഞ്ഞുകൃഷ്ണൻ, ഭാര്യ ചിത്ര എന്നിവരാണ് മരിച്ചത്. ഇന്ന് രാവിലെ 8:30യോടെയാണ് അപകടമുണ്ടായത്. ഇരുവരെയും ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മഹാരാഷ്ട്രയിലെ പുനെയിൽ കാറിടിച്ച് ബൈക്ക് യാത്രക്കാരായ യുവാക്കൾ മരിച്ചു. കല്യാൺ നഗറിലാണ് അപകടം നടന്നത്. കാറിലുണ്ടായിരുന്നവരെ അറസ്റ്റ് ചെയ്തു. അപകടമുണ്ടായതിന് പിന്നാലെ വാഹനം ഓടിച്ചയാളെ നാട്ടുകാർ മർദ്ദിച്ചു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6820 രൂപ, പവന് 54,560 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 5700 രൂപ, പവന് 45,600 രൂപ. വെള്ളി ഗ്രാമിന് 96 രൂപ, കിലോഗ്രാമിന് 96,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.